പ്രൈസ് ദ ലോർഡ്. അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ജീവിതത്തിലെ വ്യത്യസ്ത തുറകളിൽ ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെക്കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി പങ്കുവയ്ക്കേണ്ടതിന് അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവുമായി ഇന്ന് നമ്മോടൊപ്പം നമ്മൾ ക്ഷണം സ്വീകരിച്ച് ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ മാർക്ക് സോമൻ അവറുകളാണ്. തൻ്റെ ജീവിതാനുഭവങ്ങൾ കേൾവിക്കാരായ നമുക്കേവർക്കും അനുഗ്രഹമായി തീരേണ്ടതിന് ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ മാർക്ക് സോമൻ അവറുകളെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമാറ്റിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ഞങ്ങൾ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രൈസ് ലോർഡ് പാസ്റ്റേ. കർത്താവിൻ്റെ ദാസനെ അരോമാറ്റിയുടെ പ്രേക്ഷകരോടൊപ്പം പരിചയപ്പെടുത്തുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഒരു വാക്കിൽ പരിചയപ്പെടുത്താമോ പാസ്റ്റർ? എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്? വീട്ടിൽ ആരൊക്കെയുണ്ട്? ഞാൻ ഇപ്പോൾ പത്തനാപുരം താലൂക്കിൽ, കൊല്ലം ജില്ലയിൽ പത്തനാപുരം താലൂക്കിൽ കടയ്ക്കാമൺ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. എൻ്റെ വീട്ടില് എൻ്റെ ഭാര്യ, 3 മക്കളടങ്ങിയതാണ് ഞങ്ങളുടെ കുടുംബം. അവർ മക്കൾ 3 പേരും കുടുംബസ്ഥരാണ്. ഇപ്പോൾ ഇളയ മകളുടെ വീട്ടിൽ താമസിച്ചു വരുന്നു. കർത്താവിൻ്റെ ദാസനെയും കുടുംബാംഗങ്ങളെയും പരിചയപ്പെടുവാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. തുടർന്ന് അരോമ ടിവിയുടെ ശ്രോതാക്കളോടൊപ്പം ദൈവദാസൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികൾ, ബാല്യകാലം മുറിഞ്ഞിട്ടുള്ള ഓർമ്മകൾ തുടർമാനമായി സംസാരിക്കുന്നതിന് സമയം വേർതിരിച്ചു കൊള്ളുന്നു. താങ്ക് യു പാസ്റ്റർ. ഞാൻ കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കര താലൂക്കിൽ പുത്തൂർ പൗത്രേശ്വരം എന്ന് പറയുന്ന പഞ്ചായത്തിൽ യസൻപുരം എന്ന് പറയുന്ന സ്ഥലത്താണ് ജനിച്ചത്. എൻ്റെ പിതാവിൻ്റെ സ്ഥലം കൊട്ടാരക്കര താലൂക്കിൽ കോട്ടാത്തല എന്ന് പറയുന്ന സ്ഥലത്തും, മാതാവിന്റെ സ്ഥലമാണ് പുത്തൂർ യസൻപുരം എന്ന് പറയുന്ന സ്ഥലവും. പാരമ്പര്യമായി ഞങ്ങൾ ഒരു SNDP ബാക്ക്ഗ്രൗണ്ടിൽ പെട്ടവരാണ്. അവിടെ നിന്ന് എൻ്റെ കുട്ടിക്കാലം എന്ന് പറയുമ്പോൾ വളരെ വേദനാജനകമായ ഒരു അനുഭവമായിരുന്നു. എൻ്റെ മാതാവിൻ്റെ 16ാമത്തെ വയസ്സിലെ മകനാണ് ഞാൻ. അപ്പോൾ വളരെ ചെറുപ്പത്തിൽ തന്നെ എൻ്റെ മാതൃപിതാവ് എൻ്റെ മാതാവിനെ വിവാഹം കഴിച്ചയക്കുക. ആ കാലഘട്ടത്തിൽ അങ്ങനെ ആയിരുന്നു എന്ന് ഞാൻ അറിയുന്നു. അങ്ങനെ ആ സമയത്ത് ഓരോ മക്കൾ ജനിക്കുമ്പോഴും മാതാവും പിതാവും പിണങ്ങി താമസിക്കും. അങ്ങനെ പലരുടെയും മധ്യസ്ഥ പ്രകാരം അവര് വീണ്ടും വീണ്ടും ഒന്നിച്ച് 3 മക്കളായി, എനിക്ക് 2 പെൺമക്കളോടെ ഉണ്ട്. അവരിപ്പോഴും നിലവിലുണ്ട്. അവര് ഉണ്ടാകുന്നത് വരെ ഉള്ളതായ 13-12 വർഷ കാലഘട്ടം എൻ്റെ അമ്മയച്ഛനും പല സന്ദർഭങ്ങളിലായി അടുത്ത് ജീവിച്ചു എന്നല്ലാതെ അവര് സ്ഥിരമായിട്ടൊരു കുടുംബജീവിതം നയിച്ചതായി അറിയുന്നില്ല. അപ്പോൾ എൻ്റെ അമ്മയുടെ അച്ഛൻ പറയുന്നതനുസരിച്ചാണ് എൻ്റെ അമ്മ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ അന്നത്തെ നിലവാരം അനുസരിച്ച് മാടമ്പി സ്വഭാവമുള്ള ഒരു വലിയച്ഛനായിരുന്നു അദ്ദേഹം. അപ്പോൾ അദ്ദേഹം പറയുന്നത് മക്കളായിരുന്നാലും മരുമക്കളായിരുന്നാലും എല്ലാവരും അതുപോലെ കേൾക്കണം. ഒരു സാമ്പത്തികമായിട്ട് വലിയ പരാധീനതകളൊന്നും ഇല്ലായിരുന്നെങ്കിൽ തന്നെയും ഇങ്ങനെയുള്ളതായ അനുഭവങ്ങൾ ചെറുപ്രായത്തിൽ തന്നെ വളരെ പ്രശ്നമായിരുന്നു. മാതാപിതാക്കൾ തമ്മിലുള്ള അവരോടൊത്തുള്ളതായ ജീവിതം വളരെ ദുസ്സഹമായ ഒരു അനുഭവത്തിലായിരുന്നു. എന്നാൽ അത് ക്രമേണ അവർ 2 പേരും 2ആയി വേർതിരികയും 2 പേരും വെവ്വേറെ കല്യാണം കഴിച്ച് താമസമാവുകയും ചെയ്തു. അപ്പോൾ ഇതെല്ലാം ബാധിച്ചത് എന്നെയും എനിക്ക് ഇളയ 2 സഹോദരിമാരെയാണ് ഇതെല്ലാം ബാധിക്കാൻ ഇടയായി തീർന്നത്. മൂത്ത ആളെന്ന നിലയിൽ കൂടുതൽ ബാധിച്ചത് എന്നെയാണ്. അപ്പോൾ ഞാൻ ആരുടെ കൂടെ നിൽക്കണം എന്നുള്ളതായ വളരെ പ്രയാസമായി. അവസാനം അമ്മയുടെ അച്ഛൻ്റെ കൂടെ ഞാൻ താമസിക്കുമ്പോൾ അവിടെ വളരെ കഠിനമായ ജോലികൾ, അതായത് ചെറിയ പ്രായത്തിൽ തന്നെ 7ാം വയസ്സിൽ തന്നെ കൃഷി സ്ഥലത്തേക്ക് ചാണാൻ നോക്കണം, അതുപോലെ തന്നെ കരിയില വാരണം, തോലെടുക്കാൻ പോകണം, ഇങ്ങനെയുള്ള ഒരുപാട് കന്നുകാലികൾക്ക് പോച്ച പറിക്കാൻ പോകണം. വളരെ കഷ്ടപ്പെട്ട് ഇത്രയും അവിടെ നല്ല ആഹാരവും മറ്റു കാര്യങ്ങളും ഉണ്ടെങ്കിലും ഈ കഷ്ടപ്പാടുകൾ ചെറുപ്രായത്തിൽ, ഇന്നത്തെ കാലഘട്ടത്തിൽ അതാണെങ്കിൽ അത് ബാലവേല എന്ന് പറഞ്ഞ് അവരെയൊക്കെ അകത്താക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്നാൽ അവിടെ നിന്ന് വളരെ ദുസ്സഹമായ അനുഭവമായപ്പോൾ അമ്മ താമസിക്കുന്ന അമ്മയുടെ കൂടെ ചെന്നു. അമ്മയ്ക്ക് 2ാമത് കിട്ടിയ ഭർത്താവ് എന്ന് പറയുന്നത് അദ്ദേഹം ഒരു മദ്യപാനിയും മദ്യം ഉണ്ടാക്കി വിൽക്കുന്ന ഒരു വ്യക്തിയുമായിരുന്നു. അങ്ങനെ അവിടെ ചേർന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നെ ഉണ്ടായ അനുഭവം എന്ന് പറഞ്ഞാൽ, സ്വന്തമായിട്ട് വീട്ടിൽ കിണറില്ല, ദൂരെ നിന്ന് വെള്ളം ചുമന്നു കൊണ്ടുവന്ന് കൊടുക്കണം, മദ്യം മാറ്റുവാനും
അതിൻ്റെതായ സംസ്കരണത്തിനും എല്ലാം പ്രത്യേകിച്ച് വെള്ളം ചുമന്നുകൊണ്ടോടെ ഞാൻ എൻ്റെ ഇളയ പെങ്ങന്മാരോട് ചേർന്ന് ദൂരെ നിന്ന് ഏകദേശം ഒരു 1/2 കിലോമീറ്റർ ദൂരെ നിന്ന് കയറ്റം കയറി വയലിറക്കത്ത് പോയി വെള്ളം അടുത്തുള്ള വീടുകളിൽ നിന്നുള്ള വെള്ളം കോരാൻ സമ്മതിക്കത്തില്ല. ഇവർക്കറിയാം ഇത് മാറ്റാനുള്ള പരിപാടിയാണ്, അതുകൊണ്ട് സമ്മതിക്കത്തില്ല. അങ്ങനെ ദൂരെ നിന്ന് വെള്ളം ചുമന്നുകൊണ്ട് കൊടുക്കുക. ഈ വാറ്റ് അത് മാത്രമല്ല, 5ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം മുതൽ ഞാൻ ഇത് കച്ചവടം ചെയ്യാൻ തുടങ്ങി. വൈകുന്നേരം ആകുമ്പോൾ ഒരു 5 മണിയാകുമ്പോൾ 3-4 കുപ്പി ഒരു വട്ടിക്കകത്ത്, അന്ന് വട്ടി സഞ്ചിയില്ല, വട്ടിക്കകത്ത് ആക്കി അത് 2 ഗ്ലാസ്സിലും എടുത്തതിനകത്ത് വെച്ചിട്ട് അടുത്ത ജംഗ്ഷനിൽ പോയി ഏതെങ്കിലും ഒരു കടയുടെ മറവിൽ നിന്നുകൊണ്ട് ഇത് ഒഴിച്ചു കൊടുക്കുന്ന ഒരു ജോലിയായിരുന്നു എനിക്ക്. അങ്ങനെ ചെയ്തില്ല എങ്കിൽ വീട്ടിൽ ആഹാരമില്ലാത്ത അനുഭവമായി. ഇത് വളരെ പ്രയാസമായി. ഇങ്ങനെ 2-3 വർഷം ഇങ്ങനെ പോയി. 8ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ നല്ലൊരു മദ്യപാനിയായി തീരുവാൻ തക്കവണ്ണയായി തീർന്നു. മദ്യം, അതുപോലെ തന്നെ പുകവലി, അതുകൊണ്ട് നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിൽ മദ്യത്തിന്റെ ഉപയോഗവും. സ്കൂളിൽ പോകുന്ന സമയത്ത് ഒരു ചെറിയ കുപ്പിക്കകത്ത്, അന്ന് മുണ്ടൊടുക്കും അണ്ടർവെയറിന്റെ പോക്കറ്റ്, ഒരു ചെറിയ കുപ്പിക്കകത്ത് ഈ സാധനം നിറച്ച് സ്കൂളിന്റെ അടുത്തൊരു കടയിൽ കൊണ്ടുകൊടുത്ത അവിടെ 2 രൂപ കിട്ടും. അവിടുന്ന് കാപ്പിയൊക്കെ കുടിക്കുന്ന അങ്ങനെ ഒരു അനുഭവമായിരുന്നു. അന്നും എൻ്റെ ചിന്താഗതികൾ, ഞാൻ നല്ല വഴിയിലല്ല പോകുന്നത്, നല്ല വഴി എങ്ങനെ കണ്ടെത്താൻ കഴിയും. എന്നാൽ ഇനി ഒരു കാര്യം ചെയ്യാം. 8ാം ക്ലാസ്സിലെ പരീക്ഷയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി എൻ്റെ അമ്മയുടെ ഒരു ബന്ധുവിന്റെ ഒരു ചായക്കടയിൽ പോയി ഈ അവധിക്കാലം കുറച്ച് നാളെ ആ ചായക്കടയിൽ നിന്ന് ജോലി ചെയ്യാനിടയായി. ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സമയത്തിൽ ഈ സ്കൂളിൽ റിസൾട്ട് വന്നപ്പോൾ ജയിച്ചെന്നുള്ള റിസൾട്ട് വന്നു. ആ റിസൾട്ട് ഇനി അമ്മയുടെ അടുത്തോട്ട് പോകാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. അവിടെ പോയി കഴിഞ്ഞാൽ വീണ്ടും ഞാൻ വളരെ ഇനിയൊരു വലിയൊരു ക്രിമിനൽ സ്വഭാവമുള്ള ഒരു വ്യക്തിയായി മാറുമെന്ന് എനിക്ക് ആ ചെറുപ്രായത്തിൽ തന്നെ ഒരു ഉണ്ടായതിന്റെ പേരിൽ എൻ്റെ പിതാവ് വളരെ ശാന്തനും മറ്റുള്ളവരുടെ മുമ്പിൽ വളരെ നന്മ ചെയ്യുന്ന ഒരു വ്യക്തി ആയിരുന്നു. എങ്കിൽ തന്നെയും അദ്ദേഹത്തിന്റെ 2ാമത്തെ ഭാര്യയുടെ അവസ്ഥ വളരെ മോശകരമായ, അവരുടെ ഇടപെടൽ വളരെ മോശകരമായിരുന്നു. ഞാൻ അങ്ങനെ പിതാവിനെ തേടി അവിടേക്ക് കടന്നു ചെന്നു. ഞാൻ പറഞ്ഞു, എനിക്ക് 8ാം ക്ലാസ്സിന് ജയിച്ചിട്ടുണ്ട്, 9ാം ക്ലാസ്സിൽ എനിക്ക് പോകണം. എൻ്റെ അടുത്ത് പറഞ്ഞു, മോനെ നീ ഇവിടെ നിന്നാൽ ശരിയാകത്തില്ല, നീ എവിടെയെങ്കിലും പോയി നിന്ന് പഠിക്ക്, ഞാൻ നിനക്ക് വേണ്ടുന്ന ചെലവിന് എന്താണെന്ന് വെച്ചാൽ തരാം, അല്ലാതെ നീ ഇങ്ങനെ വാറ്റും കച്ചവടവും കുടിയൊക്കെ ആയിട്ട് നടക്കുന്ന നിന്നെ ഇവിടെ നിർത്തി കഴിഞ്ഞാൽ എൻ്റെ സ്വസ്ഥത കൂടെ നശിച്ചു പോകും. അതുകൊണ്ട് മോൻ എന്തെങ്കിലും ചെയ്യേ. ഞാൻ പറഞ്ഞ, അച്ഛാ ഞാൻ ഇനി ഒന്നും ചെയ്യത്തില്ല, എല്ലാം ഞാൻ വിട്ടിട്ടാണ് വന്നിരിക്കുന്നത്, ഇവിടെ നിന്നിട്ട് എനിക്ക് പഠിച്ചാൽ മതി, എനിക്ക് പഠിക്കണം എന്ന് പറഞ്ഞു. അപ്പോ എൻ്റെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിന്നെ പഠിപ്പിക്കാൻ പോലും എന്നെ കൊണ്ടൊക്കത്തില്ല. ഞാൻ കൂലിവേല ചെയ്ത്, അച്ഛൻ നെയ്ത്ത് തൊഴിലാളിയാണെന്ന് വല്ലപ്പോഴും ഉള്ളതായ നെയ്ത്ത് നിന്ന് ലഭിക്കുന്ന ശമ്പളവും പിന്നെ കൂലിവേലയ്ക്കൊക്കെ പോയാണ് വീട്ടിൽ അവിടെ കഴിഞ്ഞുകൊണ്ടിരുന്നത്. ആ സമയത്ത് ഞാൻ എന്നെയും കൂടെ സഹകരിപ്പിച്ച് കൊണ്ടുപോകാൻ ഒക്കാത്ത ഒരു അനുഭവമാണ് പുള്ളി പറയുന്നത്. കാരണം എന്താ പറഞ്ഞാൽ കൊച്ചമ്മയുടെ നിർബന്ധപ്രകാരമാണ് എന്നെ അവിടെ താമസിപ്പിക്കാൻ പറ്റത്തില്ല. എങ്കിലും ഞാൻ നിർബന്ധപൂർവം അവിടെ തന്നെ നിന്നു. അച്ഛൻ എനിക്കൊന്നും ചെയ്യണ്ട, ഞാൻ എൻ്റെ കയ്യിൽ പുസ്തകവും ബുക്കും ഒക്കെ മേടിക്കാനുള്ള പൈസ ഉണ്ട്, ചെലവിന് ഞാനും കൂടെ ശനിയാഴ്ച ഞായറാഴ്ചയൊക്കെ ജോലി ചെയ്തോളാം, എനിക്ക് അത്രയും ജോലി ചെയ്യുന്നതിന് ഇഷ്ടം പോലെ ജോലി ചെയ്യാൻ ശീലമുള്ളത് കൊണ്ട് ജോലി ചെയ്തോളാം, അങ്ങനെ പറഞ്ഞ് അവിടെ നിൽക്കുവാനിടയായി. ഓണപ്പരീക്ഷ വരെ ഞാൻ അവിടെ നിന്നു. അപ്പോഴേക്കും എൻ്റെ അപ്പച്ചിയുടെ മകൻ ഒറീസയിലുണ്ടായിരുന്നു. 15ാമത്തെ വയസ്സിൽ എന്നെ നാട് കടത്തിയെന്ന് പറയാം. എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമല്ല, പഠിക്കാൻ കഴിയാത്ത, പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പഠിക്കാൻ സമർത്ഥനമായിരുന്നു. പക്ഷേ എന്നെ അവിടുന്ന് നാട് കടത്തി. ഞാൻ പോലും അറിഞ്ഞില്ല. അവിടെ നിന്ന് ഓണത്തിന്റെ അവധിക്ക് ഒരാള്, വാമനമെടുത്തുള്ള ഒരു ഹരിദാസ് എന്ന് പറയുന്ന ആള് നാട്ടിൽ വന്നിട്ട് പറഞ്ഞു, എന്നെയും കൂടെ വിടാൻ പറഞ്ഞയച്ചിട്ടുണ്ട്. അച്ഛന്റെ പേരൊന്നും പറഞ്ഞില്ല. അവിടുന്ന് അച്ഛന്റെ ശേഷകാരൻ പറഞ്ഞു വിട്ടിട്ടുണ്ട്, അതുകൊണ്ട് എന്നെ വിടണമെന്ന് പറഞ്ഞു. ഇത് തങ്ങളുള്ളതായ ഇടപാടായിരുന്നു. അങ്ങനെ എന്നെ ഇവിടുന്ന് നാട് കടത്തി. 15ാമത്തെ വയസ്സിൽ ഞാൻ ചെന്ന് ചേർന്നത് ഒരു ടയർ കമ്പനിയുടെ അകത്താണ്. ഒറീസയിൽ ഒരു ടയർ കമ്പനിയുടെ അകത്ത്. അപ്പോൾ ഇന്നത്തെ കണക്കൊന്നുമല്ല. ടയർ കമ്പനി എന്നൊക്കെ പറയുമ്പോൾ അന്ന് വളരെ കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ രാവിലെ 5 മണിക്ക് തുടങ്ങിയാൽ രാത്രി 12 മണി വരെ 2, 3, 4 മണിക്കൂർ മാത്രമേ വിശ്രമമുള്ളൂ. അതുപോലുള്ളതായ കഷ്ടപ്പാട് എൻ്റെ 15ാമത്തെ വയസ്സ് മുതൽ അനുഭവിക്കാൻ തുടങ്ങി. അങ്ങനെ അവിടെ
അന്ന് ഞാൻ 80 രൂപ ശമ്പളത്തിൽ ഒരു മാസം 80 രൂപ ശമ്പളമുള്ള ഒരു ജോലിക്കാരനായ 80 രൂപ എന്ന് പറഞ്ഞാൽ അന്ന് 30 രൂപയേ ഉള്ളൂ ഒരു മാസത്തെ ആഹാരത്തിന്. ശമ്പളമൊന്നും മോശമല്ല, 80 രൂപ ഉള്ളെങ്കിലും മോശമല്ലാത്ത ശമ്പളം. അത് 1974 സംഭവിച്ചതായ കാര്യമാണ്. അവിടെ നിന്നുകൊണ്ട് 3-4 വർഷം അവിടെ നിന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് നാട്ടിലേക്ക് പോരുന്നു. നാട്ടിൽ വന്നപ്പോൾ നാട്ടിൽ കരുനാപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ ജോലി ചെയ്യാൻ അവിടെ ഒരു സ്ഥാപനത്തിൽ കയറുവാനിടയായി തീർന്നു. അങ്ങനെ 1981 കരുനാഗപ്പള്ളിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് കരുനാഗപ്പള്ളിക്കടുത്ത് ചാമ്പക്കടവ്, കുറ്റിവട്ടം ചാമ്പക്കടവ് എന്ന്, അല്ലെങ്കിൽ തേവലക്കരയോട് അടുത്ത് കിടക്കുന്ന സ്ഥലത്ത് നിന്ന് ഞാൻ വിവാഹം കഴിക്കുവാനിടയായി തീർന്നത്. വിവാഹം കഴിച്ചത് വളരെ ചെറിയ പ്രായത്തിലാണ്. ഞാൻ എൻ്റെ അച്ഛനോട് എന്ന് പറഞ്ഞു, അച്ഛാ എനിക്ക് കല്യാണം കഴിക്കണം, ഞാൻ തെറ്റിപ്പോകുന്നതിന് മുമ്പ് എനിക്കൊരു കല്യാണം കഴിക്കണം, ഇപ്പൊ എനിക്കൊരു പെണ്ണെ പോറ്റാനുള്ളതായ വരുമാനമൊക്കെ ഉണ്ട്, അതുകൊണ്ട് കല്യാണം കഴിക്കണം. അപ്പോൾ എൻ്റെ അച്ഛൻ പറഞ്ഞു, നിന്റെ സഹോദരങ്ങള് വളരെ ചെറുപ്പമല്ലേ, അവരുടെ കല്യാണമൊന്നും ആകാതെ നീ ഇപ്പോഴേ കല്യാണം കഴിച്ചാൽ അവരുടെ കാര്യം എന്താകുമെന്ന് എൻ്റെ അച്ഛൻ അന്വേഷിച്ചു. ഞാൻ പറഞ്ഞു, അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല, എനിക്ക് കല്യാണം കഴിക്കണം. എന്നാ അച്ഛൻ ഉടനെ പറഞ്ഞു, നീ പോയി വേറെ തന്തയെ നോക്കിക്കൊള്ളാനാ പറഞ്ഞത്. പെട്ടെന്ന് ഞാൻ എൻ്റെ അമ്മ എടുത്തു വന്ന് പറഞ്ഞു, അമ്മ എനിക്ക് കല്യാണം കഴിക്കണം. അപ്പൊ എനിക്ക് 21 വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ, 22ാമത്തെ വയസ്സാ, കല്യാണം കഴിക്കണം. അപ്പോൾ അമ്മ പറഞ്ഞത്, എടാ ഇളയ പിള്ളേരുടെ കാര്യം ഒന്നും ആകാതെ അവര് സമയമുണ്ട്, നീ ഇങ്ങനെ കല്യാണം കഴിക്കാൻ തുടങ്ങിയാൽ നിന്നേക്കാൾ മൂത്ത നിന്റെ കുഞ്ഞമ്മമാരെ ഇപ്പോൾ ഉണ്ട്, നിന്റെ ഒരു മാമൻ ഇപ്പോൾ ഉണ്ട് കല്യാണം കഴിക്കാൻ, ഇവരെന്തും കല്യാണം കഴിക്കാൻ, നീ കല്യാണം കഴിക്കുന്ന പറഞ്ഞാൽ ആളുകൾ എന്ത് പറഞ്ഞു. ഞാൻ പറഞ്ഞ ആളുകൾ എന്ത് പറഞ്ഞോ അതെന്റെ വിഷയമല്ല, എനിക്ക് ഗവൺമെന്റ് നിയമപ്രകാരം കല്യാണം കഴിക്കാനുള്ള പ്രായമായി, അതുകൊണ്ട് എനിക്ക് കല്യാണം കഴിച്ചേ പറ്റത്തുള്ളൂ. അപ്പൊ നിന്റെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ കല്യാണം കഴിച്ചോളാൻ അവര് അമ്മയും അമ്മയുടെ 2ാം ഭർത്താവും ചേർന്ന് അനുവാദം തന്ന് അങ്ങനെ അവരെ സഹകരിപ്പിച്ചും എൻ്റെ അമ്മയുടെ വീട്ടുകാരെ എല്ലാം സഹകരിപ്പിച്ചു. അന്ന് എൻ്റെ അമ്മയുടെ അനിയത്തിക്ക് ഒരു ബാലെ ട്രൂപ്പ് ഉണ്ട്. ആ ബാലെ ട്രൂപ്പിലും ഞാൻ ഇടയ്ക്ക് ഇതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ പോകും. രംഗസജ്ജീകരണങ്ങൾ, കർട്ടൻ പിടിക്കുന്ന പരിപാടി, അങ്ങനെയുള്ള പല കാര്യങ്ങൾ ചെയ്യാം. പിന്നെ വണ്ടിയിൽ ക്ലീനറായിട്ട് അങ്ങനെ വിവിധ തരത്തില് ആ ജോലി ചെയ്ത ഇരിക്കുമ്പോഴാണ് കരുനാഗപ്പള്ളിയിൽ ഉള്ളതായ മണി എന്ന് പറയുന്ന ഈ സഹോദരിയെ ഞാൻ വിവാഹം കഴിക്കുവാൻ ഇടയായത്. അങ്ങനെ 82 ഇരട്ട കുട്ടികൾ ജനിച്ചു. 85 അടുത്ത മകളും ജനിച്ചു. അങ്ങനെ മൂത്ത മക്കൾക്ക് ഇപ്പോൾ 43 വയസ്സ് അടുത്ത മാസം തികയാണ്. ഇളയ മകൾക്ക് ഏപ്രിൽ മാസം ആകുമ്പോഴത്തേന് 40 വയസ്സ് തികയും. അപ്പോ ഇതാണ് എൻ്റെ കുടുംബ പശ്ചാത്തലം എന്ന് പറയുന്നത്. അപ്പൊ അതിനു മുമ്പ് അത് കഴിഞ്ഞിട്ട് ഞാന് മദ്യം, കഞ്ചാവ്, ഇങ്ങനെയുള്ളതായ ഒരുപാട് സാധനങ്ങൾ, ലഹരി പദാർത്ഥങ്ങൾ ഒറീസയുടെ പ്രദേശത്ത് താമസിക്കുന്നതായ സന്ദർഭത്തിൽ കഞ്ചാവിന് അടിമപ്പെടുവാനിടയായി. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയുള്ള ഈ കുരിയാലകൾ, ഇവിടെയുള്ള കുരിയാലകളൊക്കെ പറയുന്ന ഒരു ആലിന്റെ ചുവട്ടിലൊക്കെ വെച്ച് നടത്തുന്നതായ ഈ പൂജകളുള്ള സ്ഥലത്തൊക്കെ കഞ്ചാവ് വെച്ച് പൂജിക്കുന്ന ഒരനുഭവം ഉണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാം കൂടെ ഒരു കുഴലിനകത്ത് കഞ്ചാവെല്ലാം കൂടെ നിറച്ച് ചുറ്റുമരുന്ന് വലിക്കുന്ന ഒരനുഭവം ഉണ്ടായിരുന്നു, വലിച്ചു പിടിക്കുന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നു. അതിലും ഞാൻ അഡിക്റ്റായി. അതുപോലെ തന്നെ ഈ വണ്ടിയുടെ പണിയായതുകൊണ്ട് ഈ പഞ്ചാബികളും ഒക്കെ ആയിട്ട് ഇടപെട്ടു പോകുന്ന ഈ സാഹചര്യത്തിൽ കറുപ്പ് ഉപയോഗിക്കാൻ തുടങ്ങി. പഞ്ചാബികളെ ഏറ്റവും കൂടുതൽ കറുപ്പ് ഉപയോഗിക്കുന്നവർ, അവര് എല്ലാ ഡ്രൈവർമാരെക്കാളും കറുപ്പ് എന്ന് പറയുന്നതായ വസ്തു ഉപയോഗിക്കാൻ തുടങ്ങി. അതുപോലെ സിഗരറ്റ്, പാൻ എന്ന് പറഞ്ഞാൽ പാൻ 3 രൂപ, അന്നും 3 രൂപ വിലയുള്ള ഗോപാൽ ജർദ 120 എന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് 3 രൂപ വിലയുള്ളതായ ജർദ ഉപയോഗിച്ച അതിന്റെ എപ്പോഴും എൻ്റെ വായിലെ ഒരു പാൻ എപ്പോഴും ഇങ്ങനെ കിടക്കും. അതുപോലെ തന്നെ വിൽസിന്റെ പാക്കറ്റും 2-3 പാക്കറ്റ് ദിവസം വലിച്ചു തീർക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. മദ്യപാനം മക്കളൊക്കെ ആയതിനു ശേഷം മദ്യപാനം കുറെയൊക്കെ അങ്ങ് കുറഞ്ഞു, എന്നാൽ പാനും സിഗരറ്റും കുറഞ്ഞില്ല. ഇങ്ങനെ 3ാമത്തെ മകള് 85 ജനിച്ചതിന് ശേഷം, ഇതിനിടയിൽ ഞാൻ കരുനാഗപ്പള്ളിയിൽ നിന്ന് കല്യാണം കഴിച്ചതിന് ശേഷം 3 വർഷത്തോളം തമിഴ്നാട്ടിൽ പോയി ജോലി ചെയ്തു. തമിഴ്നാട്ടിൽ എൻ്റെ ഭാര്യ സഹോദരൻ ഉണ്ടായിരുന്നു, അവിടെ ചെന്ന് അവിടെ ജോലി ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇളയ മകൾ ജനിച്ചതിന് ശേഷം നേരെ വീണ്ടും ഒറീസയിലേക്ക് പോവുകയും അവിടെ ഒരു സ്വന്തമായിട്ടൊരു ടയർ കട ഓപ്പൺ ചെയ്യുകയും അവിടെ
താമസിച്ചുകൊണ്ടിരിക്കുന്ന കുടുംബമായിട്ട് ഞങ്ങൾ അവിടെ പോയി താമസിക്കുന്നു. അവിടെ നിന്ന് ചീട്ടുകളി, മറ്റ് മദ്യപാനം, മദ്യം അവിടെ വെച്ചും ഉണ്ടാക്കി കഴിക്കുക, റെയിൽവേ ക്വാർട്ടറിൽ വാടകയ്ക്ക് താമസിച്ചുകൊണ്ട് റെയിൽവേ ക്വാർട്ടറിൽ വെച്ച് മദ്യം ഉണ്ടാക്കുക, മദ്യം കുടിക്കുക, മറ്റുള്ളവർക്ക് സപ്ലൈ ചെയ്യുക, ഇങ്ങനെയൊക്കെ ഉള്ളതായ അവസ്ഥകൾ അവിടെ വെച്ചും ഉണ്ടാകുവാനിടയായി തീർന്നു. എന്നാൽ ഞാൻ എൻ്റെ പിതാവിന്റെ രണ്ടാം ഭാര്യയ്ക്ക് മൂത്തതിലൊരു മകനുണ്ടായിരുന്നു. അവന് വന്ന് ഈ ഒറീസയിൽ പാരാദ്വീപ് എന്ന് പറയുന്ന സ്ഥലത്ത് ഈ ടയർ കട നടത്തിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇവനുമായിട്ട് ചേർന്ന് ഞാൻ ടയറിന്റെ കച്ചവടം തുടങ്ങി. ഞാൻ ആന്ധ്രയില് വിശാഖപട്ടണം, വിജയവാഡ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ പോയി പിന്നെ ഈ ലാട്ട് കണക്കിന് ടയർ ചില കമ്പനികളിൽ ചെന്നിട്ട്, ബസ് കമ്പനികളിലൊക്കെ ചെന്നിട്ട് ലാട്ട് കണക്കിന് ടയർ ലേലത്തിലെടുത്ത്, അല്ലെങ്കിൽ ഒരു റേറ്റ് പറഞ്ഞ് കൊട്ടേഷൻ പറഞ്ഞ് എടുത്തിട്ട്, അതുപോലെ JK പേപ്പർ മില്ല് തുടങ്ങിയതായ സ്ഥലങ്ങളിലൊക്കെ പോയി അങ്ങനെയുള്ളതായ ടയറുകളൊക്കെ കൊട്ടേഷൻ കൊടുത്ത് വാങ്ങുകയും, അത് കൊള്ളില്ലാത്ത ടയറുകളെല്ലാം അവിടെ ഉള്ളതായ ഈ മൂച്ചികൾക്ക് കൊടുത്തിട്ട് ബാക്കിയുള്ളത് ട്രെയിനിൽ ബുക്ക് ചെയ്ത് കൊണ്ടുപോയി അത് കട്ട് ചെയ്ത് കൊടുക്കുകയും അല്ലാതെ കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ബിസിനസ് ചെയ്യാനിടയായി. എന്നാൽ ഇതിൽ കച്ചവടം ചെയ്തുകൊണ്ടിരുന്നതെല്ലാം എൻ്റെ കൊച്ചമ്മയുടെ മകനായിരുന്നു. അവസാനം അവൻ കണക്കാരനുമായി ഞാൻ ഒന്നുമില്ലാത്തവനും ആയിത്തീരുവാൻ ഇടയായി. കാരണം എന്ന് പറഞ്ഞാൽ പൈസ അവനുണ്ടാക്കി, എൻ്റെ മുതലും പോയി, എല്ലാം പോയി, ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത ഒരവസ്ഥയിൽ ഞാൻ എത്തിച്ചേരുവാൻ ഇടയായി. അപ്പോ ആ കുർദാർ റോഡ് എന്ന് പറയുന്ന സ്ഥലത്താണ് എനിക്ക് ടയറിന്റെ കടയുണ്ടായിരുന്നത്. ഒറീസയിൽ ഭുവനേശ്വറിനടുത്ത് കുർദാർ റോഡ് ജംഗ്ഷൻ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെയാണ് ഞാൻ താമസിച്ച് കട നടത്തിക്കൊണ്ടിരുന്നത്. അവിടുന്ന് ബിസിനസ് ചെയ്ത് പാരാദ്വീപ്, കട്ടക്ക്, ഭുവനേശ്വർ തുടങ്ങിയതായ സ്ഥലങ്ങളിലെല്ലാം കൊടുക്കുകയും, ഭുവനേശ്വർ ബസ് സ്റ്റാൻഡിനകത്ത് ഞാനൊരു കട തുടങ്ങിയിട്ട് അവിടെ നിന്ന് അവിടെയുള്ള ബസ്സുകാർക്കെല്ലാം ഇതെല്ലാം കൊടുത്ത് ബസ്സുകാരെല്ലാം കടം മേടിച്ചോണ്ട് പോയിട്ട് അവരും തരാതെ ഇരുന്നു. മൊത്തത്തിൽ ഞാൻ ഒരു 5 ലക്ഷം രൂപ 91 കാലഘട്ടത്തിൽ 5 ലക്ഷം രൂപ ഞാൻ ഒറീസയുടെ പ്രദേശത്ത് എൻ്റെ കൊച്ചമ്മയുടെ മകനും നാട്ടുകാർക്കുമായിട്ട് കൊടുത്തു. നിവൃത്തിയില്ല. പഞ്ചർ പൊട്ടിക്കുന്ന പരിപാടി 500 രൂപ വരെ കിട്ടിക്കൊണ്ടിരുന്ന സ്ഥലത്ത് ഞാനും ഒരു ജോലിക്കാരൻ മാത്രമേ ഉള്ളൂ. 500 രൂപ ഡെയിലി, ആ കാലഘട്ടത്തിൽ 500 രൂപ ലഭിച്ചുകൊണ്ടിരുന്നതായ സ്ഥാനത്ത് നല്ല ടയറുകളൊക്കെ ആയപ്പോഴത്തേക്ക് പഞ്ചർ ആകുന്നില്ല. പഞ്ചർ 500 രൂപയിൽ നിന്ന് 50 രൂപയിലേക്ക് താഴ്ന്നു വന്ന ഒരു അനുഭവം ഉണ്ടായി. അങ്ങനെ പിടിച്ചു നോക്കാൻ നിവൃത്തിയില്ലാതെ വന്നപ്പോൾ അവിടെ നിന്ന് നാട്ടിലേക്ക് കയറിപ്പോയിരുന്നു. പിന്നെ ആ സ്ഥലത്ത് നിൽക്കാൻ കഴിയില്ല. പിന്നെ അവിടെ ഗുണ്ടായിസവും ബഹളവും, പൈസ ചോദിച്ചാൽ അടിക്കും, ബഹളം ഉണ്ടാക്കുക. അങ്ങനെ കൊച്ചമ്മയുടെ മകൻ്റെ അടുത്ത് പൈസ ചോദിച്ചപ്പോൾ അവൻ പൈസ തരുത്തില്ല. അങ്ങനെ വല്ലാത്ത ഒരവസ്ഥയിലായി. ഇവിടെ വന്നിനി എന്ത് ചെയ്യാൻ കഴിയും എന്ന് ചിന്തിച്ച് ആത്മഹത്യയെക്കുറിച്ചാണ് പിന്നെ ചിന്തിക്കുന്നത്. ഞാൻ വളരെ പ്രയാസകരമായ ഒരു അനുഭവത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എങ്ങനെ ആത്മഹത്യ ചെയ്യും? ഞാൻ ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ ഒരു സാധുവായ സ്ത്രീയാണ്. കാരണം അവൾക്ക് കുഞ്ഞുങ്ങളെ വളർത്താനോ, ഇതുവരെയും 44 വർഷമായി വിവാഹം കഴിഞ്ഞിട്ട് ഇതുവരെയും ഒരു കടയിൽ പോയി ഒരു സാധനം പോലും ഞാൻ അവളെ കൊണ്ട് മേടിപ്പിച്ചിട്ടില്ല. അതിൻ്റെത് അറിഞ്ഞത് ഞാൻ വേറൊരു സന്ദർഭത്തിൽ അത് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഒരു സാധനം പോലെ അവളെ കൊണ്ട് മേടിക്കാൻ കഴിയത്തില്ല. വീട്ടിൽ എന്തൊക്കെ വേണം, കൊണ്ടു കൊടുക്കുന്ന സാധനം അത് ചെലവഴിക്കുക, അത് ഇല്ലെങ്കിൽ അത് പറയുക എന്നല്ലാതെ വേറൊരു സംഭവം അവളെ കൊണ്ട് പറ്റത്തില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ കുഞ്ഞുങ്ങളെ എങ്ങനെ നോക്കും? 3 മക്കൾ ഒരുപോലെ വളർന്നു വരിക. അപ്പോഴത്തേനും മൂത്ത മക്കൾക്ക് 12 വയസ്സായി, ഇളയവൾക്ക് 9 വയസ്സായി. ഇനി ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഭാര്യയെ കൊണ്ട് മക്കളെ നോക്കാക്കത്തില്ല. എന്നാൽ അവളെയും കൂടെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ, 2 പേരോട് പോയി കഴിഞ്ഞാൽ മക്കൾക്ക് ആരുമില്ലാത്ത. അപ്പോൾ എല്ലാത്തിനെ കുറിച്ച് ചിന്തിക്കും. ഞാൻ പല പ്രാവശ്യം ചിന്തിക്കും. എന്നാൽ ഞാൻ വിചാരിച്ച നമുക്കൊരു ഞാനൊരു കാര്യം ഞാൻ മനസ്സിൽ ചിന്തിച്ചു, കുടുംബമായിട്ട് ആത്മഹത്യ, എന്തെങ്കിലും വിഷമൊക്കെ ഭക്ഷണത്തിൽ ചേർത്ത് മക്കൾക്കും ഭാര്യയ്ക്കും എല്ലാം കൊടുത്ത് കഴിച്ച് ഒന്നിച്ച് മരിക്കാമെന്നുള്ള തീരുമാനം എടുത്തു. ആ സന്ദർഭത്തിലാണ് എൻ്റെ ഭാര്യാപിതാവ് വല്ലപ്പോഴും പറയും, സോമൻ വിഷമിക്കണ്ട, സോമൻ അതിനൊക്കെ ഈ സ്ഥിതിയൊക്കെ അങ്ങ് മാറും എന്നൊക്കെ അദ്ദേഹം നല്ല വാക്കുകൾ ഇങ്ങനെ പറഞ്ഞു തരുമായിരുന്നു. പക്ഷെ അതൊന്നും എനിക്കന്നേരം കേൾക്കാനുള്ളതായ മാനസികാവസ്ഥയല്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹം 1993 1993
ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. അദ്ദേഹത്തിന്റെ മാറ്റപ്പെടുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ ഭാര്യയെ കല്യാണം കഴിക്കുന്നത് കരുനാഗപ്പള്ളി വെച്ചാണെന്ന് പറഞ്ഞല്ലോ. അദ്ദേഹത്തിന്റെ മൂത്ത മക്കള് പെൺമക്കൾ, അവര് 7 മക്കളാണ്, 3 പെണ്ണും. അതിൽ ഇളയതാണ്. മക്കളിൽ 4-മത്തെ ആളാണ് എൻ്റെ ഭാര്യ. 1-മത്തെ ആളും 3-മത്തെ ആളും പെണ്ണുങ്ങളാണ്. 4-മത്തെ ആളും പെണ്ണാണ്. 4-മത്തെ ആളിനെ ഞാൻ വിവാഹം കഴിച്ചത്. 1-മത്തെ ആളും 2-മത്തെ ആളും അവരുടെ കുഞ്ഞമ്മയുടെ വീട്ടിൽ പോയി നിന്ന് രക്ഷിക്കപ്പെട്ടു. അവര് കുഞ്ഞമ്മമാർ 2 പേരും അറിയപ്പെടുന്ന പാസ്റ്റർമാരുടെ, ഇന്ത്യ മുഴുവൻ, ലോകം മുഴുവൻ അറിയപ്പെടുന്ന 2 പാസ്റ്റർമാരുടെ ഭാര്യമാരായി തീരുവാനിടയായി തീർന്നു. അതിൽ പാസ്റ്റർ കേട്ടിട്ടുള്ള ഒരാളായിരിക്കും പാസ്റ്റർ P.N. സക്കറിയ എന്ന് പറയുന്ന പാസ്റ്റർ കേട്ടുകാണ്. അസംബ്ലീസ് ബോർഡിന്റെ ഒരു സീനിയർ ശുശ്രൂഷകനായിരുന്നു. മരണം വരെ അദ്ദേഹം ബൈബിൾ കോളേജിൽ പഠിച്ചു. 3.5 ക്ലാസ് വരെ വിദ്യാഭ്യാസമുള്ള ആള് അവസാനം ഇംഗ്ലീഷ് ക്ലാസ് വരെ എടുത്തിട്ടാണ് അവസാനം മരിച്ചത്. അദ്ദേഹത്തെ കുറിച്ച് പാസ്റ്റർക്ക് അറിയാമെന്ന് ഓർക്കുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ജ്യേഷ്ഠത്തിയുടെ മകളാണ് എൻ്റെ ഭാര്യ എന്ന് പറയുന്നത്. അപ്പൊ എൻ്റെ ഭാര്യയുടെ മാതാവും പിതാവും ഒന്നും രക്ഷിക്കപ്പെട്ടിട്ടില്ല. ഈ കുഞ്ഞമ്മമാരുടെ വീട്ടിൽ ചെന്ന് നിന്നിട്ടാണ് മൂത്ത മക്കൾ 2 പേരും രക്ഷിക്കപ്പെട്ടു. ഇവരെ 2 പേരെയും കല്യാണം കഴിച്ചത്, 2-മത്തെ മകളെ കല്യാണം കഴിച്ചത് എൻ്റെ കല്യാണത്തിന് ശേഷമാണ്. അതിനു മുമ്പേ മൂത്ത മകളെ കല്യാണം കഴിച്ചത് ഒരു പാസ്റ്ററാണ്. അദ്ദേഹത്തിന്റെ പേര് പാസ്റ്റർ K.K. എബ്രഹാം. നേരത്തെ പേര് വേറെ ആയിരുന്നു. അദ്ദേഹത്തിന്റെ പേര് K.K. എബ്രഹാം എന്ന്. കുഴിക്കായൽ കേശവൻ എബ്രഹാം, കേശവൻ വിക്രമൻ എന്നായിരുന്നു പേര്, എബ്രഹാം ആക്കി. അത് റാന്നിയിലാണ് അദ്ദേഹം താമസിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ ട്രെഡ് കണ്ടതിന് ശേഷം ഇദ്ദേഹം എൻ്റെ ഇളയളിയനുമായിട്ട് കരുനാഗപ്പള്ളിയിൽ വന്ന് എന്നെ കാണുവാനിടയായി. വന്നിട്ട് ഉടനെ എൻ്റെ അടുത്ത് പറഞ്ഞു, എന്താ പേര്? ഞാൻ പറഞ്ഞു, സോമൻ എന്നാ എൻ്റെ പേര്. പുള്ളി ഉടനെ എൻ്റെ അടുത്ത് പറയാ, യേശുവിനെ അറിഞ്ഞ് ജീവിക്കണം. ഞാൻ പറഞ്ഞ് അതിനെന്തിനാ? യേശുവാണ് ദൈവം. ഞാൻ പറഞ്ഞു, ആര് പറഞ്ഞു യേശുവാ ദൈവമെന്ന്? ഞാൻ 33 കോടി ദൈവത്തെ ആരാധിക്കുന്ന ഒരാളാണ്. നിങ്ങൾക്ക് യേശു മാത്രമല്ല ഉള്ളൂ. ഞാൻ ഇത് കളഞ്ഞിട്ട് അങ്ങോട്ട് വരേണ്ട കാര്യം എന്താ? എൻ്റെ കുടുംബം, ഞാൻ ജനിച്ചത് ഒരു ഹൈന്ദവ പശ്ചാത്തലത്തിലാണ്. ഞാനൊരു ഹിന്ദു സ്ത്രീയാണ് വന്ന് കല്യാണം കഴിക്കാനായിട്ട് അവിടെ നിന്ന് പെണ്ണ് കണ്ടത്. അതുകൊണ്ട് ഈ ഡിമാൻഡൊക്കെ ആണെങ്കിൽ ഞാൻ അങ്ങോട്ട് വരുന്നില്ല, നിങ്ങൾക്ക് പോകാം, എനിക്ക് വേറെ ജോലിയുണ്ട്, നിങ്ങൾക്ക് പോകാമെന്ന് പറഞ്ഞു അദ്ദേഹം. ഞാൻ അതിനല്ല വന്നത്, എനിക്കൊരു ദൗത്യമുണ്ട് പറയണമെന്നുള്ളത്. അത് നിങ്ങളുടെ ദൗത്യം നിങ്ങളുടെ കയ്യിലിരിക്കട്ടെ, ഇത് എൻ്റെ ദൗത്യം, എൻ്റെ ജോലി ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ അത്രയും അതേ രീതിയിൽ അന്നത്തെ സംഭാഷണ ശൈലി അതാണ്. ഈ മനുഷ്യൻ അവിടുന്ന് പോയി. ഞങ്ങളുടെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ഇദ്ദേഹം മൂത്ത മരുമോനായതുകൊണ്ട് അവിടെ ഏത് നല്ല കാര്യങ്ങൾ നടന്നാലും ഇവര് കുടുംബമായിട്ട് അവിടെ വരും. രാത്രി ആകുമ്പോൾ അദ്ദേഹം സഹോദരങ്ങളെല്ലാം വിളിച്ചു കൂട്ടിയിട്ട് പറയും, നമുക്ക് പ്രാർത്ഥിക്കാം. അദ്ദേഹത്തിന്റെ ഭാര്യയും അതിനിടെ സഹോദരിയും ഇവരൊക്കെ ബന്ധക്കോസ് അനുഭവമുള്ളവരായതുകൊണ്ട് കയറി പാട്ട് പാടും. ഇവർ മൂത്തവരായതുകൊണ്ട് ഇവരെ അനുസരിച്ച് എല്ലാവരും അവിടെ ചെന്ന് ഇരിക്കും. ഞാൻ ആ സമയത്ത് ഇദ്ദേഹം ഉണ്ടെന്നറിയുന്ന ദിവസം അന്ന് ഞാൻ പോയി കൂടുതൽ മദ്യപിച്ചിട്ട് വന്നു. ഇദ്ദേഹം പ്രാർത്ഥന തുടങ്ങുന്ന ഞാൻ ചീത്തവിളി തുടങ്ങും. അങ്ങനെ ഒരു അനുഭവമാണ്. ഞാനിത് പറയാനിരുന്നത് കാരണം ഇത് എങ്ങനെയാ ബന്ധക്കോസ് വന്നതെന്ന് അനുഭവത്തെ പറയാൻ വന്നതിൽ ഒരു കാര്യം ഇതാ. കാരണം എന്താണെന്ന് ചോദിച്ചിട്ട് ഇവരുടെ പ്രാർത്ഥനയായിരിക്കും ഒന്നാമത്തെ കാര്യം. ഇവര് അതുപോലെ പ്രാർത്ഥിച്ചിട്ടുള്ള വ്യക്തികളാണ്. അവര് തിരിച്ചൊന്നും പറയാതെ ചീത്ത പറയുമ്പോൾ പ്രതികരിക്കാതെ അപ്പോൾ അവിടെ ഇരുന്ന് സ്തോത്രം പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരനുഭവമാണ് കണ്ടത്. ആ വീട്ടിലുള്ള ഒരാൾ എന്നെ ഒന്നും പറയത്തില്ല, ആ വീട്ടിലുള്ള ഒരു മനുഷ്യരും എന്നെ ഒന്നും പറയത്തില്ല. ഞാൻ ചീത്ത പറഞ്ഞാലും ഒന്നും പറയത്തില്ല, വെള്ളം അടിച്ചാലും ഒന്നും പറയത്തില്ല. ഇദ്ദേഹം ആരും എന്നെ എല്ലാവർക്കും പേടിയാണ്. എന്നെ ഒരു പ്രത്യേക നിലയിലാണ് എല്ലാവരും കാണുന്നത്. എൻ്റെ ഭാര്യ മാതാവ് പോലും എന്നെ ഒരു നികൃഷ്ട ജീവിയെ പോലെ കാണുന്നത്. എങ്കിലും അതിവർക്ക് എന്നോട് വലിയ സ്നേഹം ഉണ്ടായിരുന്നു. ഭാര്യ മാതാവിന് ഈ മകളോടുള്ള സ്നേഹം എന്നെ പ്രകടിപ്പിക്കുമായിരുന്നു. പിന്നെ അത് വലിയ, ഞാൻ പെന്തക്കോസിൽ വന്നതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇതായി. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇത്. രണ്ടാമത്തെ കാര്യം, എൻ്റെ ബിസിനസ് എല്ലാം പൊളിഞ്ഞു. ഞാൻ വളരെ ഒന്നുമല്ലാത്ത സീറോ അവസ്ഥയിലായി. എനിക്ക് വേറെ ഒന്നുമില്ല. ഇതിനിടയില് ഒരു കാര്യം സൂചിപ്പിച്ചോട്ടെ. അതായത് എനിക്ക് അല്പം വസ്തു ഉണ്ടായിരുന്നത് എൻ്റെ ഇളയ സഹോദരിക്ക് ഒരു വിവാഹാലോചന വന്നപ്പോൾ ഞാൻ ഈ വസ്തു
എനിക്ക് എൻ്റെ പേരിലുണ്ടായിരുന്ന വസ്തുവും കൂടെ എൻ്റെ സഹോദരിമാരുടെ പേരൊക്കെ എഴുതി കൊടുത്തു. എനിക്ക് 3 മക്കൾ ഉള്ളതിന് ശേഷമാണ് ഈ സംഭവം. അപ്പൊ എൻ്റെ ഭാര്യ വീട്ടുകാരൊക്കെ അന്ന് പറഞ്ഞു, നിനക്ക് 3 മക്കളുണ്ടല്ലോ, നിന്റെ മക്കള് ഒക്കെ ആര് കൊടുക്കും, ഇവരൊക്കെ എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു, എനിക്ക് മക്കൾ ഉണ്ടാകുന്നതിനും ഭാര്യ ഉണ്ടാകുന്നതിനും മുമ്പേ എനിക്ക് സഹോദരിമാരാണ് ഉണ്ടായത്. അവര് അച്ഛനും അമ്മയും ഉണ്ടെങ്കിലും അച്ഛനും അമ്മയും ഇല്ലാത്തവരെ പോലെ ജീവിക്കുന്നവരാ. എങ്കിലും അവരുടെ കൂട്ടത്തിൽ അവർ കഷ്ടം സഹിച്ച് ജീവിക്കുന്നവരാ. ഞാനൊരു ഏക സഹോദരനെ അവർക്കുള്ളൂ. അതുകൊണ്ട് അവരുടെ കാര്യം കഴിഞ്ഞിട്ട് എൻ്റെ മക്കളുടെ കാര്യം ആയാലും എനിക്കുണ്ട്. അതുകൊണ്ട് എനിക്ക് മക്കളോട് സ്നേഹമില്ലെന്നല്ല, മക്കളോട് വളരെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്താണ് ഈ ഭാര്യാപിതാവ് മരിച്ചു പോകുന്നത്. അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, കുഞ്ഞമ്മയുടെ മകനാണ്. ഇന്ന് അദ്ദേഹം അമേരിക്കയിൽ ഇവിടെ സഭ നടത്തിക്കൊണ്ട് എസ് കെ തോമസ് എന്ന് പറയും. അദ്ദേഹം ഇവിടെ പെന്തക്കോസ്തൽ ചർച്ച് എന്ന് പറയുന്ന സഭ നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. 91 ഇവിടെ സഭ ആരംഭിക്കുന്നത്. ഈ സമയത്ത് അദ്ദേഹവും അദ്ദേഹത്തിന്റെ സഹോദരിമാരും ഒക്കെ ഈ മരണ വീട്ടിലേക്ക് വന്നപ്പോൾ എൻ്റെ ഭാര്യ മാതാവ് പറഞ്ഞു, എൻ്റെ പൊന്നു മോനെ, ഇതാ ഒരു ജോലിയില്ല, എല്ലാം നഷ്ടപ്പെടുത്തി, ഉള്ള മുതലും പെങ്ങന്മാർക്ക് എഴുതി കൊടുത്ത് ഒന്നുമില്ലാത്തവനായി ഇതാ ഇവിടെ വരുത്തം വന്ന് കിടക്കുന്ന. പിന്നെ കൂലിവേലയ്ക്കൊക്കെ പോകുന്നുണ്ട്, പട്ടിണിയില്ലാതെ അവർക്ക് സാധനങ്ങളൊക്കെ വീട്ടിലെ വേണ്ടതൊക്കെ മേടിച്ചു കൊടുക്കുന്നുണ്ട്. അത് പോരാ പിന്നെ ഈ കുഞ്ഞുങ്ങൾ വലുതായി ഇത്രയൊക്കെ ആയി 12 വയസ്സായ മൂത്ത മക്കളെ കണ്ടു കഴിഞ്ഞാൽ അവരെ കണ്ടാൽ ഒരു 18 വയസ്സിന്റെ പ്രായം തോന്നിക്കും. അത്രയും വലുതായി കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കാൻ യാതൊരു നിവൃത്തിയില്ല. എന്തെങ്കിലും നിനക്ക് നിവൃത്തി ഉണ്ടെങ്കിൽ അവൻ എന്തെങ്കിലും നല്ലൊരു ജോലിയോ എന്തെങ്കിലും ചെയ്തു കൊടുക്കണമെന്ന് എൻ്റെ ഭാര്യ മാതാവ് അദ്ദേഹത്തോട് അപേക്ഷിച്ചു. അപ്പം അദ്ദേഹം പറഞ്ഞൊരു കാര്യം ചെയ്യും, നിങ്ങൾ ഇവിടുത്തെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞിട്ട് എല്ലാവരുടെ പുനലൂരോട്ട് വരും എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആ കുടുംബത്തിൽപ്പെട്ട എല്ലാവരും ചേർന്ന് ഒരു മറ്റഡോർ വാൻ വിളിച്ചിട്ട് പുനലൂർ വന്നു. 1994 പുനലൂർ വന്നു. പുനലൂർ വന്ന് അദ്ദേഹത്തെ കണ്ടു. അദ്ദേഹം പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഇവർക്ക് ഞാനൊരു വീട് താമസിക്കാൻ ശരിയാക്കിയിട്ടുണ്ട്, അവരവിടെ താമസിച്ചോളും. മറ്റുള്ളവർക്ക് വണ്ടിക്കൂലിയൊക്കെ കൊടുത്ത് അവരെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടു. എൻ്റെ മക്കള് മൂത്തവർ രണ്ടും 7ാം ക്ലാസ്സിൽ നിന്ന് 8ാം ക്ലാസ്സിലേക്കായി. അവരെ TC മേടിച്ച് പുനലൂർ കൊണ്ടുവന്ന് ചേർത്തു. ഇളയ മോളെ 3ാം ക്ലാസ്സിലേക്ക് കൊണ്ടുവന്ന് ചേർത്തു. 4ാം ക്ലാസ്സിലേക്ക് കൊണ്ടുവന്ന് ചേർത്തു. അങ്ങനെ പുനലൂര് നിങ്ങളുടെ ആത്മീയ ജീവിതത്തിന്റെ ആരംഭം, ആത്മീയ ജീവിതം എന്ന് പറയാനൊക്കത്തില്ല, തുടക്കം പുനലൂരിലാണ് വരുന്നത്. എന്നാൽ 1992 എൻ്റെ ബിസിനസ് ഒക്കെ നഷ്ടപ്പെട്ട് ഒറീസയിൽ നിൽക്കുന്ന സമയത്ത്, പറയാതിരിക്കാൻ തരമില്ല, നിൽക്കുന്ന സമയത്ത് അവിടെ TPM-ൽ പോകുന്ന ഒരു സമീർ എന്ന് പറയുന്ന ഒരു അച്ചായനും അദ്ദേഹത്തിന്റെ ഭാര്യ റെയിൽവേയിലെ നേഴ്സായിരുന്നു. അപ്പോ ആ അമ്മാമയും കൂടെ ചേർന്നിട്ട് പറഞ്ഞു, സോമ, ഇനി ഒരു രക്ഷയില്ല, രക്ഷപ്പെടണമെങ്കിൽ ഞങ്ങളുടെ കൂടെ വാ എന്ന് പറഞ്ഞ് അവര് TPM-ന്റെ ഒരു കൺവെൻഷൻ, അതായത് കട്ടക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളെ അവിടെ വിളിച്ചുകൊണ്ട് പോയി. അവിടെ വിളിച്ചുകൊണ്ട് പോയിട്ട് അവിടെ ഉള്ളതായ കാത്തിരിപ്പ് യോഗത്തിനും മറ്റുമൊക്കെ സഹകരിപ്പിച്ച് തങ്ങളുടെ തലവേൽ കൈവച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച അനുഭവം ഉണ്ടെങ്കിലും അതൊക്കെ മറന്നിട്ടാണ് വീണ്ടും നാട്ടിൽ വന്ന് ഇങ്ങനെയൊക്കെ തുടങ്ങിയത്. എങ്കിലും ഇതിനിടയിൽ ഒരുപാട് ക്ഷേത്ര ദർശനങ്ങൾ നടത്തി. ക്ഷേത്ര ദർശനങ്ങൾ എന്ന് പറഞ്ഞാൽ പാവം മാറാൻ, അല്ലെങ്കിൽ ശാപം മാറാൻ, അല്ലെങ്കിൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുവാൻ അയ്യപ്പ സന്നിധിയിൽ 6 പ്രാവശ്യം പോകേണ്ടി വന്നു. അതുപോലെ പല ക്ഷേത്രങ്ങളിൽ, അതുപോലെ തന്നെ പൂജാരിമാരുടെ അടുക്കൽ, മന്ത്രവാദികളുടെ അടുക്കൽ, അറബി ജ്യോതിഷക്കാരന്റെ അടുക്കൽ, അങ്ങനെ വിവിധ തലത്തിൽ എൻ്റെ ഭാര്യ മാതാവ് ഇവിടെ എല്ലാം വിളിച്ചോണ്ട് പോകുന്നിടത്തൊക്കെ ഓരോ മന്ത്രവാദികളുടെയും ഒക്കെ അടുത്ത് പോയി അവിടെ ചെല്ലും. അവർ ചരട് ജപിച്ചു തരും, അല്ലെങ്കിൽ എന്തെങ്കിലും തകിടും കൂടും ജപിച്ചു തരും. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും യാതൊരു കാരണവശാലും ഇതിൽ നിന്നൊന്നും എനിക്കൊരു മാറ്റം ഉണ്ടാകുന്നില്ല, കുടുംബത്തിനൊരു മാറ്റം ഉണ്ടാകുന്നില്ല. എൻ്റെ തലമുറകൾ ഇങ്ങനെയാണെങ്കിൽ അവരെല്ലാം നശിച്ചു പോകത്തുള്ളൂ, ഞങ്ങൾക്ക് മരണമല്ലാതെ മറ്റൊന്നുമില്ല എന്ന് വിചാരിച്ച് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പുനലൂരേക്ക് വരുവാനിടാകുന്നത്. പുനലൂരിൽ വന്നപ്പോൾ എൻ്റെ മക്കള് 2 പേരും ആദ്യമേ പെന്തക്കോസ്ത് സഭകളിൽ പോകുമായിരുന്നു.
ഞാൻ ഒറീസയിൽ താമസിക്കുന്ന സമയത്ത് തന്നെ, അതായത് തേവലക്കരയുള്ളതായ അസംബ്ലീസ് റോഡ് സഭയിൽ സൺഡേ സ്കൂളിനും മറ്റുമൊക്കെ ഈ കുഞ്ഞുങ്ങള് മൂത്തവർ രണ്ടുപേരും പോകുമായിരുന്നു. ഇളയ മോള് ഞങ്ങളുടെ കൂടെ ഒറീസയിൽ തന്നെ ഞങ്ങളോടൊപ്പം ആയിരുന്നു. അപ്പോ മൂത്ത മകളെ എൻ്റെ അമ്മായിയമ്മയാണ് അവരെ വളർത്തിയത്. അപ്പൊ അവര് ഈ അസംബ്ലീസ് റോഡിന്റെ സഭയിൽ സൺഡേ സ്കൂളും മറ്റും പഠിക്കാൻ പോകുന്നതുകൊണ്ട് ഇവര് പുനലൂർ വന്നപ്പോ ഇവര് പെട്ടെന്നൊരു ദിവസം സഭയിൽ പറഞ്ഞു, ഞങ്ങൾക്ക് സ്നാനപ്പെടണം. ഞാനും എൻ്റെ ഭാര്യ സ്നാനപ്പെട്ടിട്ടില്ല, അപ്പോ ഞങ്ങൾക്ക് സ്നാനപ്പെടണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളെക്കാൾ 6 മാസത്തിന് മുമ്പേ എൻ്റെ മൂത്ത മക്കൾ രണ്ടുപേരും, ഇരട്ടകൾ രണ്ടുപേരും സ്നാനപ്പെടുവാനിടയായി. അത് അന്ന് ആ ദിവസം ഞാൻ ഓർക്കുകയാണ്. ആ ദിവസം സ്നാനപ്പെട്ട ദിവസം അന്ന് വൈകിട്ട് പ്രത്യേകിച്ചൊരു മീറ്റിംഗ് എൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ് സഭ മീറ്റിംഗ് വെച്ചത്. മീറ്റിംഗ് വീട്ടിൽ ക്രമീകരിച്ചിട്ട് അവിടെ പാട്ട് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് പറഞ്ഞു, ഇപ്പോൾ ഇവിടുത്തെ ഗ്രഹനാഥൻ എഴുന്നേറ്റ് സാക്ഷ്യം പറയാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ എന്ത് സാക്ഷ്യം പറയാനാ? സഹോദരൻ എഴുന്നേറ്റാട്ടെ, സഹോദരൻ എഴുന്നേറ്റ് എന്തെങ്കിലും ഒന്ന് പറഞ്ഞാട്ടെ. എന്റെ പാസ്റ്ററെ, ഞാൻ എഴുന്നേറ്റ് അവിടെ നിന്ന് പൊട്ടിക്കരയാൻ തുടങ്ങി. ഞാൻ എന്ത് പറയാനാ? എന്നാൽ ഒരു കാര്യമുണ്ട്, ഇവരെല്ലാം ഞാൻ ബഹുമാനിക്കാൻ തുടങ്ങിയിരുന്നു. പാസ്റ്റർമാരെയൊക്കെ ബഹുമാനിക്കാൻ തുടങ്ങിയിരുന്നു. അപ്പോ ആദ്യത്തെ അവസ്ഥകളെല്ലാം മാറി. മദ്യപാനം നിർത്തി, പുകവലി നിർത്തി. ഇവിടെ വന്നതിന് ശേഷം, പെണ്ണൂർ വന്നതിന് ശേഷം മദ്യപാനം നിർത്തി, പുകവലി നിർത്തി, മറ്റുള്ളതായ കാര്യങ്ങളെല്ലാം നിർത്തുന്നതിന് മുമ്പ് പലരും എന്നോട് സ്നാനപ്പെടാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ സ്നാനപ്പെടാനായിട്ടില്ല. ഇല്ല, സ്നാനപ്പെട്ടാൽ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകും. അത് നിങ്ങളുടെ നിർദ്ദേശവും നിങ്ങളുടെ ഉപദേശം. പക്ഷെ എനിക്ക് സ്നാനപ്പെടണമെങ്കിൽ ഞാനാകാതെ എനിക്ക് സ്നാനപ്പെടാൻ പറ്റത്തില്ല. നിങ്ങൾ എന്നെ കുറിച്ച് എന്തറിഞ്ഞിട്ടാണ് സ്നാനപ്പെടാൻ പറയുന്നത്? സ്നാനം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എനിക്ക് ഏകദേശം മനസ്സിലായുള്ളൂ. ഞാനാകാതെ സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ പിന്നെയും പാപമല്ലേ ചെയ്യുന്നത്. അതുകൊണ്ട് പാപം ചെയ്യാതിരിക്കണമെങ്കിൽ ഞാൻ എൻ്റെ ദുഷ്പ്രവർത്തികളെല്ലാം ഉപേക്ഷിച്ചിട്ട് വേണം ഞാൻ സ്നാനമേൽക്കാൻ. അതുകൊണ്ട് എനിക്ക് സമയമാകുമ്പോൾ ഞാൻ സ്നാനമേറ്റോ. മക്കൾ സ്നാനമേറ്റെങ്കിൽ മക്കൾ സ്നാനമേറ്റോട്ടെ. പക്ഷെ എൻ്റെ സ്നാനം എന്ന് പറഞ്ഞാൽ അത് നിയമപ്രകാരം തന്നെ ആയിരിക്കണം എനിക്ക് എന്ന് നിർബന്ധമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്നെ നിർബന്ധിക്കരുത്. ഞാൻ അതിനു വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുക. ഒരുങ്ങിക്കഴിഞ്ഞാൽ ഞാൻ നിങ്ങളോടത് പറയാം എന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് ഈ മീറ്റിംഗ് നടക്കുന്നുണ്ടെങ്കിൽ ഞാൻ എഴുന്നേറ്റ് കരഞ്ഞിട്ട് പറഞ്ഞു, ഇവിടെ വന്ന എല്ലാവർക്കും, പ്രത്യേകിച്ച് വന്ന പാസ്റ്റർക്കും എല്ലാവർക്കും ഒരു ഗ്രഹനാഥൻ എന്ന നിലയിൽ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. അല്ലാതെ എനിക്ക് സാക്ഷ്യവും ഒന്നും പറയാൻ അറിയത്തില്ല. നന്ദി അറിയിക്കുന്നു. അത് മതി, അത്രയും മതി, ഇത്രയും കേട്ടാൽ മതി എന്ന് പറഞ്ഞ് എന്നെ വളരെ സ്നേഹത്തോട് അവര് എന്നോട് പെരുമാറുവാനായി തീർന്നു. അത് കഴിഞ്ഞ് ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ ഇതിനിടയില് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരുപാട് പേരുണ്ട്. തിങ്കളാഴ്ച തോറും പ്രാർത്ഥന നടക്കുന്ന ഒരു വീട്ടിൽ, ഒരു പ്രവാചകയുടെ വീട്ടിൽ, ഞങ്ങൾ അടുത്ത് താമസിക്കുന്ന ഒരു അമ്മച്ചി അവിടെ പോയിട്ട് പറയും, അമ്മമ്മേ, ഞങ്ങളുടെ വീടിനടുത്ത് ഒരു സഹോദരനും ഒരു സഹോദരി 2-3 കുഞ്ഞുങ്ങളുമായിട്ട് വന്ന് താമസിക്കുന്നുണ്ട്. അവരുടെ അവസ്ഥ വളരെ കഷ്ടമാണ്. അപ്പോൾ എനിക്ക് താമസിക്കാൻ ഒരുക്കി തന്ന വീടെന്ന് പറയുന്നത് ഈ ട്രൈബലുകാർ ഈ താമസിക്കുന്ന അവരുടെ ഇടയിൽ നിന്ന് ഈ സഭാപ്രവർത്തനത്തിന് ചുരുങ്ങിയ വിലയ്ക്ക് മേടിച്ച ഒരു വീടാണ് എനിക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ ഈ ആദിവാസികളെ അല്ല, അതിനേക്കാൾ ഈ വേടർ സമുദായത്തിൽപ്പെട്ട ആൾക്കാരാണ് അവിടെ താമസിക്കുന്നത്. അറിയപ്പെടുന്ന ആ സമുദായത്തിൽപ്പെട്ട അറിയപ്പെടുന്ന ഒരു ചെല്ലമ്മ എന്ന് പറയുന്ന ഒരു സ്ത്രീ ഉണ്ട്. അവരുടെ വീട്ടിനടുത്ത് ഞാൻ ചെന്ന് താമസിക്കുന്നത്. അവരൊക്കെ നമ്മളെ കാണുമ്പോൾ വളരെ ബഹുമാനത്തോടും സ്നേഹത്തോടും ആദരവോടും ഒക്കെ കൈകൂപ്പിയാൽ നമ്മളോട് കാര്യമൊക്കെ പറയുന്നത്. അത്രയും അങ്ങനെയുള്ളിടത്താണ് ഞാൻ പോയി താമസിക്കുന്നത്. ഈ അമ്മച്ചി ചെന്നിട്ട് ഈ ഏലിയാമ്മ എന്ന് പറയുന്ന അമ്മാമ്മ അടുത്ത് പറഞ്ഞു, അവിടെ സഹോദരനും സഹോദരിയും 3 കുഞ്ഞുങ്ങളും വന്ന് താമസമുണ്ട്. അവർക്ക് നിവൃത്തിയില്ല, വല്ലാത്തൊരവസ്ഥയിൽ അവരുടെ ജീവിത പശ്ചാത്തലം എന്ന് പറയുന്നത്. ആ സഹോദരൻ വല്ലപ്പോഴും ജോലിക്ക് പോയാൽ വല്ലതും കിട്ടും. പിന്നെ സഹോദരി ഒന്നും ചെയ്യാതെ ഞാൻ നിൽക്കുകയാണ്. അങ്ങനെയാണ്. അങ്ങനെ പറഞ്ഞ് അവിടെ ചെന്ന് പ്രാർത്ഥന ആവശ്യപ്പെട്ടപ്പോൾ ഈ സഹോദരി 3 വാക്യമാണ് എഴുതി കൊടുത്തു വിട്ടത്. ഈ വാക്യം എന്താണെന്ന് എനിക്കറിയാമോ? ഞാൻ രക്ഷിക്കപ്പെട്ടത് പോലുമില്ല. എന്തായാലും വാക്യം എഴുതി കൊടുത്തു വിട്ട തൊണ്ടടുത്ത് ഞാനൊരു ബൈബിളിനകത്ത് വെച്ചു. ബൈബിളിനകത്ത് വെച്ചിട്ട് ഇതെന്തെങ്കിലും ദൈവം എനിക്ക് വെളിപ്പെടുത്തി തരുന്ന സമയത്ത് എന്തായാലും ചെയ്യാമെന്ന് വിചാരിച്ചത് അവിടെ വെച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഒരു ദിവസം ഞാൻ ഒരു നിർത്തുന്നതിന് മുമ്പുള്ള ഒരു ദിവസമാണ്.
ഞാനൊരു സിഗരറ്റും വലിച്ചുകൊണ്ട് ഈ ബൈബിൾ വായിക്കുമ്പോൾ എൻ്റെ ഭാര്യ എൻ്റെ അടുത്ത് പറഞ്ഞു, ചേട്ടാ നിങ്ങൾ ബൈബിൾ വായിച്ചില്ലേലും വേണ്ടിയല്ല, നിങ്ങൾ സിഗരറ്റ് വലിച്ചുകൊണ്ട് ബൈബിൾ വായിക്കരുത് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞടി, ഞാൻ ഈ പുസ്തകത്തിന്റെ ആദ്യ താളുകൾ ഉൽപ്പത്തി പുസ്തകമാണ് വായിക്കുന്നത്. ഇത് എന്ന് വായിച്ചു തീരുമോ അന്ന് ഞാൻ എൻ്റെ പുകവലിയും മദ്യപാനവും എല്ലാം നിർത്തിയേക്കാം എന്ന് പറയാനിടയായി. ഓ ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ അവള് പറഞ്ഞ നടക്കുന്ന കാര്യമൊന്നുമല്ല, നിങ്ങൾ ചെയ്യണ്ട, ഇത് ചെയ്യണ്ട, വായിക്കണ്ട, നിങ്ങൾ എന്തെങ്കിലും നിർത്തിയെടുത്ത് വായിച്ചാൽ മതി. ശരി. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് പുകവലിക്കാൻ തോന്നുന്നില്ല. പുകവലിക്കുമ്പോൾ വല്ലാത്തൊരു അസ്വസ്ഥത എനിക്ക് അനുഭവപ്പെടുവാനിടയായി തീർന്നു. പെട്ടെന്ന് എനിക്ക് വല്ലാത്തൊരു പ്രയാസം അനുഭവിക്കാനിടയായി. അന്ന് ഞാൻ പുകവലി നിർത്തി. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഇളയ അളിയൻ പഞ്ചാബിൽ ജോലി ചെയ്യുന്നതായിരുന്നു. അവൻ ഇവിടെ വന്ന് കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും പഞ്ചാബിലേക്ക് മടങ്ങിപ്പോകുന്ന സമയമായപ്പോൾ തലേ ദിവസം എന്നെയും, അവൻ സൂര്യനാടുന്ന കല്യാണം കഴിച്ച്, എറണാകുളത്ത് അവൻ സൂര്യനാടുന്ന കല്യാണം കഴിച്ച്, എന്നെയും അവന്റെ നേരെ മൂത്തവനെയും വിളിച്ച്, ഞങ്ങൾ 3 പേരും ഒരു ആട്ടോക്കാരനെയും കൂടെ വിളിച്ച് അവിടെ ഭാര്യ വീട്ടിൽ ഉണ്ടാക്കി വെച്ചിരുന്ന സാധനങ്ങൾ എടുക്കാൻ വേണ്ടി പോയ പോക്കിൽ തൊടിയൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ചെന്ന് ഒരു ഷാപ്പിൽ ചെന്ന് കയറിയിട്ട് അവിടുത്തെ ഷാപ്പ് ഉടമസ്ഥയോട് ഇവൻ പറഞ്ഞു, ചേട്ടാ ഒരു 4 കുപ്പി കള്ളിഞ്ഞെടുക്കാൻ പറഞ്ഞു. പറഞ്ഞ് 2 കുപ്പി കള്ളേ ഉള്ളൂ. പിന്നെ അന്നത്തെ കാലത്ത് പൊടിയെന്ന് പറയുന്ന ഒരു സാധനമാണ്, പൊടിക്കുപ്പി, അതാ ഉള്ളത് എന്ന് പറഞ്ഞു. അപ്പോ എന്നാ പിന്നെ 2 കുപ്പി കള്ളും ബാക്കി പൊടിയും തരാൻ പറഞ്ഞു. ഞാൻ കള്ളൊരു ഗ്ലാസ് കുടിച്ചു. രണ്ടാമത് പൊടി കുടിക്കാൻ നോക്കിയപ്പോൾ എനിക്ക് കുടിക്കാൻ വയ്യ, ഓർക്കാനും വരുന്നു. പിന്നെ ഞാൻ കള്ളും കൂടെ കലർത്തി കുടിക്കാൻ നോക്കി, എനിക്ക് ഓർക്കാനും വരുന്നു. അത് കഴിഞ്ഞിട്ട് അളിയൻ എന്തായി കാണിക്കുന്നത്, എനിക്ക് വേണ്ടാന്ന് പറഞ്ഞപ്പോൾ അവൻ പിന്നെ എന്നാ ഒരു കാര്യം ചെയ്യും, എൻ്റെ ഒരു കൂട്ടുകാരൻ പഞ്ചാബിൽ നിന്ന് മിലിറ്ററിയിൽ നിന്ന് വന്നിട്ടുണ്ട്, അങ്ങോട്ട് പോകുന്ന വഴിക്ക് അവന്റെ വീട്ടിൽ കയറാന്ന് പറഞ്ഞ് രാത്രി 10:30 മണിയായപ്പോൾ അവന്റെ വീട്ടിൽ ചെന്നു. അവിടെ ചെന്നപ്പോൾ അവൻ റമ്മും ഒക്കെ ആയിട്ടാ ഞങ്ങളെ എതിരേറ്റത്. അവിടെ ചെന്നപ്പോൾ എനിക്ക് കുടിക്കാൻ പറ്റത്തില്ല, വല്ലാത്ത ഒരനുഭവമായി. കുടിക്കാൻ മൂക്കിന്റെ അടുത്തോട്ട് കൊണ്ടുചെല്ലുമ്പോൾ എനിക്ക് ഓർക്കാൻ വരിക. ഞാൻ പറഞ്ഞ എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട, വേണ്ട. ഇവരെല്ലാം കുടിച്ചിട്ട് ഞങ്ങളെല്ലാം കൂടെ അവിടെ നിന്ന് പോയി. അന്ന് മദ്യപാനം നടത്തി. മദ്യപാനം നിന്നതിന്റെ കാര്യം അച്ഛനാ വരുന്നത്. ഓരോരുത്തർ നിർത്താൻ പെടുന്ന പാട്. അത് കഴിഞ്ഞിട്ട് ഞാൻ വന്നിട്ട് സഭയിൽ പറഞ്ഞു, എനിക്ക് സ്നാനപ്പെടണം. ആ സ്നാനപ്പെടണമെന്ന് പറഞ്ഞതിന്റെ പിറ്റേ ദിവസം ചില മിഷണറിമാര് അമേരിക്കയിൽ നിന്ന് വരുന്നുണ്ടായിരുന്നു. മിഷണറിമാര് വന്ന് 4 ദിവസത്തെ കൺവെൻഷൻ നടത്തി. 5-ാമത്തെ ദിവസം 1994 ജനുവരി മാസം 23-ാം തീയതി ആണെന്ന് തോന്നുന്നു. അതെ, ഞാനും എൻ്റെ ഭാര്യയും സ്നാനപ്പെടുവാനിടയായി. അങ്ങനെയാണ് സ്നാനത്തിലേക്ക് വന്ന്. സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ സഭയുടെ പ്രസിഡന്റ് അമേരിക്കയിൽ പോകണം. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ഒരു വാടക വീട്ടിലാണ് താമസിക്കുന്നത്. ഒരു കാര്യം ചെയ്യും, സോമൻ ഇവിടെ ഒരു പട്ടിയുണ്ട്, പട്ടിയൊക്കെ നോക്കി ഇവിടെ നിന്നോ, പിന്നെ ഇവിടെ ചർച്ചിന്റെ പണിയൊക്കെ നടക്കുന്നുണ്ട്, അവിടെയും പോയി നോക്കണം ഒക്കെ എന്ന് പറഞ്ഞ് സോമന്റെ ശമ്പളം ഞാൻ അയച്ചു തരാമെന്നൊക്കെ പറഞ്ഞ പുള്ളി അങ്ങ് അമേരിക്കയ്ക്ക് പോയി. ഞാൻ ഈ പട്ടിയെ നോക്കി ആ വീട്ടിൽ ചെന്ന് കിടക്കും. എൻ്റെ അടുത്ത് നേരത്തെ പറഞ്ഞു, സോമ മീശയൊക്കെ എടുത്ത് കളയണം. അദ്ദേഹത്തിന്റെ ഭാര്യ പറഞ്ഞു, എടുത്ത് കളിയൊന്നും വേണ്ട സോമ, ചെറുതാക്കിയാൽ മതി. ഞാൻ ഒറീസയിൽ താമസിക്കുന്ന സമയത്ത് മീശ എന്ന പേരിൽ അറിയപ്പെട്ട ഒരാളാണ്. കാര്യം വലിയ മീശ, കൊച്ചു മീശ. എന്നെ പെന്തക്കോസ്ത് TPM ചർച്ചിലേക്ക് കൊണ്ടുപോയ ആയിരുന്നു അവിടുത്തെ വലിയ മീശ. അത് കഴിഞ്ഞപ്പോൾ അവിടുത്തെ കൊച്ചു മീശ എന്ന് പറയുന്ന ആള് ഞാനായിരുന്നു. ആളിന്റെ വലിപ്പത്തിന് ചെറുപ്പം അനുസരിച്ചാണ് വലിയ മീശയെന്നും കൊച്ചു മീശയെന്നും പറയപ്പെടുന്നത്. അങ്ങനെ മീശ ചെറുതാക്കി ഇവിടെ വന്നപ്പോൾ ഇനിയും ചെറുതാക്കണമെന്ന് പറഞ്ഞു. ഒരാൾ പറഞ്ഞ് എടുത്തു കളയണമെന്ന്. 18 വർഷമായിട്ട് സ്വന്തമായിട്ട് ഷേവ് ചെയ്യുന്ന ഒരാള് ഞാന് ഒരു ദിവസം ഇവര് എന്നെ അവിടെ ഏൽപ്പിച്ചിട്ട് അമേരിക്കയിലേക്ക് പോയതിന്റെ അതേ ഒരു ദിവസം ഞാൻ രാവിലെ എഴുന്നേറ്റ് ഷേവ് ചെയ്തപ്പോൾ ബ്ലേഡ് നേരെ ഒരു സൈഡിൽ നിന്ന് ഇറങ്ങി മൊത്തത്തിൽ വീശ എടുത്തിട്ടാണ് ഞാൻ വീട്ടിൽ ചെല്ലുന്നത്. വീട്ടിൽ ചെന്നപ്പോൾ പിള്ളേരും ഭാര്യയും ആകപ്പാടെ ഇതെന്തൊരു കോലത്തിലാ വന്നിരിക്കുന്നത്, ആകപ്പാടെ നിങ്ങൾക്ക് മീശയിലേക്ക് നിങ്ങളെ കാണാൻ കൊള്ളത്തില്ല. ഒന്നാമത് വല്ലാത്ത ശരീരപ്രകൃതം, വല്ലാതെ മെലിഞ്ഞിരിക്കുന്ന ഈ ശരീരപ്രകൃതത്തിൽ മീശയും കൂടിയില്ലേ കൊള്ളത്തില, പോയി മീശ വെച്ചോണ്ട് വരാനാക്കാതെ പറഞ്ഞു. പക്ഷെ അന്ന് മീശയും എടുത്തു. പിന്നെ 6 മാസം ആയപ്പോഴേക്കും ഞാൻ ഒരു സുവിശേഷകനായി മാറുവാനിടയായി.
അപ്പോൾ അന്ന് അവിടെ ഇരിക്കുന്ന പാസ്റ്റർ ഒരു കോവളത്തുള്ളതായ അദ്ദേഹം മരിച്ചുപോയി. ഒരു ഫിലിപ്പ് പാസ്റ്ററാണ്. അദ്ദേഹം എന്നെ ഒരുപാട് ഉപദേശിക്കുന്നതിനേക്കാൾ കൈത്താങ്ങൽ ചെയ്യുന്നതിനേക്കാൾ കൂടുതലായിട്ട് എനിക്ക് എന്നെ ഒത്തിരി മനസ്സിൽ കൊള്ളുന്ന കുറെ വാക്കുകളാണ് എന്നെ പറഞ്ഞത്. അങ്ങനെ കുറെ ദിവസം അങ്ങനെ സഹിച്ചങ്ങനെ ഇരുന്നിട്ട് ഞാൻ പറഞ്ഞു, ഈ പാസ്റ്റർ ഈ സഭയിൽ ഇരിക്കുന്നിടത്തോളം കാലം ഞാൻ ഇനി ഈ സഭയിലേക്ക് വരത്തില്ല. സ്നാനപ്പെട്ടതിന് ശേഷമാണ് ഈ സഭയിലേക്ക് വരത്തില്ല എന്ന് പറഞ്ഞിട്ട്, ഞങ്ങൾക്ക് ഇവിടെ കുറെ ലോക്കൽ സഭകളുണ്ട്. ഈ പെന്തക്കോസ്ത് കോട്ടിന് കേരളത്തിൽ ഇപ്പോൾ 10-40 സഭകളുണ്ട്. പിന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. അപ്പൊ കേരളത്തിൽ മാത്രം 10-40 സഭകളുണ്ട്. അപ്പൊ ഈ ഏരിയയിലുള്ളതായ കൊല്ലം ജില്ലയിൽ ഉള്ളതായ സഭകളിൽ ഓരോ ആഴ്ചയിലും ഞാൻ വിസിറ്റ് ചെയ്യാൻ തുടങ്ങി. സഭയിൽ ഓരോ സഭകളിലും ചെന്ന് അവിടെ ചെന്ന് സാക്ഷ്യം പറയാനും ഒക്കെ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോൾ ഇവിടെ കുന്നത്തൂർ തുരുത്തിക്കര എന്ന് പറയുന്ന സ്ഥലത്ത് എൻ്റെ ഒരു സ്നേഹിതനായിരിക്കുന്ന ഒരു പാസ്റ്റർ, ബാബു പാസ്റ്റർ എന്ന് പറഞ്ഞാൽ, അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹം ഒരു ദിവസം അവിടെ ചെന്നപ്പോൾ നമ്മുടെ സാറിന്റെ ഒരു അളിയനാണ് ഇവിടെ വന്നേക്കുന്നത്. അദ്ദേഹം അടുത്ത സമയത്താണ് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടത്. പുള്ളിക്ക് ഇഷ്ടം പോലെ സമയം ഞാൻ ഇന്ന് കൊടുക്കുക, സാക്ഷ്യമാണെങ്കിലും എന്താണെങ്കിലും ഇഷ്ടം പോലെ സമയം അദ്ദേഹത്തിന് ഞാൻ കൊടുക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോ ഞാൻ പറഞ്ഞു, പാസ്റ്ററെ എനിക്കൊരു സമയം വേണ്ട, എനിക്ക് സാക്ഷ്യം പോലും പറയാൻ ഇതുവരെ നേരെ ഇതുവരെ അറിയത്തില്ല. പിന്നെ പാസ്റ്റർക്ക് അത് എനിക്കറിയാം അച്ഛാ, അച്ഛാനൊക്കെ പറ എന്ന് പറഞ്ഞിട്ട് എന്നെ ഏൽപ്പിക്കാൻ ആയി തന്നു. അങ്ങനെ ഇരുന്നതായ അതേ ദിവസം ഈ എനിക്ക് തന്ന സമയം ഞാൻ എഴുന്നേറ്റ് എന്നിങ്ങനെ തപ്പിയെടുത്ത അത് അവിടെ തോന്നുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 59-ാം അധ്യായം. രക്ഷിപ്പാൻ കഴിയാതെ കൊണ്ട് യഹോവയുടെ കരം കുറുതായിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണം അവന്റെ ചെവി മന്ദമായിട്ടുമില്ല. ഈ വാക്ക് പറയുമ്പോൾ ഇങ്ങനെ ചൂട്ടിക്കൊണ്ടാ പറഞ്ഞേ, നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രയും നിങ്ങളെയും ദൈവത്തിലും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഈ പാസ്റ്റർക്ക് ഈ ഇടിവെട്ടുന്നത് പോലെ ഒരു അനുഭവം ഈ പാസ്റ്റർക്കുണ്ടായി. കാരണം അദ്ദേഹത്തിന് എന്നെ നല്ലതുപോലെ അറിയാം, എൻ്റെ വിശ്വാസ ജീവിതത്തെ കുറിച്ച് അറിയാം, എനിക്ക് ബൈബിളിനെ കുറിച്ച് ഒന്നും അറിയത്തില്ല എന്നറിയാം. അതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ ഞാൻ നിന്നില്ല. ഏകദേശം 5-10 മിനിറ്റോളം ഞാൻ അത് പറഞ്ഞ് ഞാൻ നിന്നു. അതിനെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് തന്നെ 5-10 മിനിറ്റോളം ഞാൻ നിന്നിട്ട് ഞാൻ അങ്ങ് ഇരുന്നു. ഇദ്ദേഹം എഴുന്നേറ്റിട്ട് പറഞ്ഞു, ദൈവമക്കളെ, അദ്ദേഹത്തിന് കൊണ്ട് അദ്ദേഹം അല്ല ഈ പറഞ്ഞത്, ദൈവം നമ്മളോട് നേരിട്ട് സംസാരിച്ചിരിക്കുക. അതുകൊണ്ട് ഒരു 7 ദിവസം ഉപവസിക്കണമെന്ന് പറഞ്ഞ് ഉപവാസ പ്രാർത്ഥന പിറ്റേ ആഴ്ചത്തേന് അദ്ദേഹം ഉപവാസ പ്രാർത്ഥന ഭയന്നുപോയി. അദ്ദേഹം ഭയന്ന് ഉപവാസ പ്രാർത്ഥന അങ്ങനെ പ്രഖ്യാപിച്ചു. അതിനുശേഷം പിന്നെ ഞാൻ അടുത്ത ഒരു സ്ഥലത്തേക്ക് അദ്ദേഹത്തെ വിളിച്ച് എൻ്റെ സ്വന്തം സ്ഥലത്ത് പോയി ഒരു പ്രവർത്തനം ആരംഭിച്ചു. 7 കുടുംബമായി, 10-20 അംഗങ്ങളായപ്പോഴത്തേന് ഞങ്ങളുടെ പ്രസിഡന്റ് അമേരിക്കയിൽ നിന്ന് വന്നപ്പോൾ എന്നെ കുറിച്ചുള്ളതായ കംപ്ലൈന്റുകളാണ് കൂടുതലും അദ്ദേഹത്തിന് ചെന്നിരിക്കുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഓരോ സഭയിലും ചെല്ലുമ്പോൾ ആ സഭയിലെ പാസ്റ്റർമാരെല്ലാം വിചാരിക്കും ഞാൻ ഏതോ രഹസ്യം കണ്ടുപിടിക്കാൻ വന്നതാണ് എന്നാണ് ഇവരെല്ലാം എന്നെ തെറ്റിദ്ധരിച്ചിരുന്നത്. ഞാൻ രഹസ്യത്തിനൊന്നും അല്ല പോയത്. ഓരോ സഭയിലും ചെന്ന് ആരാധന കൂടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഞാൻ മറ്റുള്ള സഭകളൊക്കെ ഉണ്ടായിട്ടും സഭ മാറിപ്പോയില്ല, ഇതേ സഭയിൽ തന്നെയാണ്. അവിടെയുള്ള പാസ്റ്റർമാര് ഞങ്ങളുടെ പ്രസിഡന്റ് വിളിക്കുമ്പോൾ പറയും, സാറിന്റെ അളിയനാണെന്നും പറഞ്ഞ ഒരാൾ ഇവിടെ വന്നിട്ടുണ്ടെന്നൊക്കെ പറയും. ഞാൻ അങ്ങനെ ഒരു വാക്ക് ഉപയോഗിക്കാറേ ഇല്ലായിരുന്നു. പക്ഷേ അദ്ദേഹം ഇവിടെ വന്നത് എന്നെ ഒരു നിറിഷ്ടനായിട്ട് കണ്ടുകൊണ്ടാണ് വന്നത്. ഈ ബാബു പാസ്റ്റർ പറഞ്ഞു, സാറേ, പുത്തൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നമുക്കൊരു കൺവെൻഷൻ നടത്തണം. പാസ്റ്റർ പറഞ്ഞു, സാറ് പറഞ്ഞു, ശരി നടത്താം, കുഴപ്പമില്ല. അത് ഈ സോമൻ അച്ഛൻ്റെ വീടിൻ്റെ അടുത്താണ്. സോമച്ചാൻ വിചാരിച്ച സോമനകത്തൊന്നും ഏർപ്പെടുത്താറായിട്ടില്ല, സോമൻ അതിന് വേണ്ടി ഒന്നും വളർന്നിട്ടില്ല, സോമൻ ഇവിടെ കാണിക്കുന്നതൊക്കെ സോമനെ എങ്ങനെയാലും ഇവിടുന്ന് പറഞ്ഞു വിടണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അദ്ദേഹം എന്നെ കുറിച്ച് നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവസാനം കൺവെൻഷൻ നടത്തി. ജെയിംസ് സക്കറിയ പാസ്റ്ററെ വിളിച്ചോണ്ട് പോയി 3 ദിവസം പ്രസംഗിപ്പിക്കുകയും അവിടുത്തെ ഓർത്തഡോക്സിലെ അച്ഛനെയും 3 ദിവസം വന്ന് ഈ കൺവെൻഷനിൽ പങ്കെടുത്തു. ജെയിംസ് സക്കറിയ പാസ്റ്റർ പ്രസംഗം അവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഈ അച്ഛൻ എവിടെയും ചെന്ന് സുവിശേഷം കേൾക്കുന്ന ഒരു അച്ഛനായിരുന്നു. അദ്ദേഹം അവിടെ വന്ന് സംബന്ധിക്കാരുടെ അവിടെ നിന്ന് ഞാൻ എൻ്റെ ജീവിത പശ്ചാത്തലം മാറിയാണ് പോകുന്നതെന്ന് ഞങ്ങളുടെ പ്രസിഡന്റ് കണ്ടപ്പോൾ എനിക്ക് സഭ മാറ്റിത്തരാൻ തക്കൊണ്ട് ഇടയായി തീർന്നു. അങ്ങനെ ഓരോ സഭകളിലും പിന്നെ ഞാൻ 98 ആയപ്പോഴത്തേനും ഇതിന്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് മാറി. ജനറൽ സെക്രട്ടറിയും ട്രഷററുമായിട്ട് മാറി. അതിനുശേഷം അവിടെ ബൈബിൾ കോളേജിന്റെ
ഡീൻ എന്ന് പറയുന്നതിനേക്കാൾ ഉപരി വാർഡൻ എന്ന് പറയുന്നതായിരിക്കും ശരി. ഈ രണ്ട് സ്ഥാനം ഒരുമിച്ച് വഹിച്ച ഒരാളാണ്. അപ്പോഴത്തേക്കിന് എൻ്റെ ഭാര്യയാണ് അവിടുത്തെ ബൈബിൾ കോളേജിലെ 20ഓളം സ്റ്റുഡൻസിന് ആഹാരം വെച്ചു കൊടുക്കുന്നത്. ഞാൻ രാത്രി പകലും അവിടെ നിന്ന് ഇവരെ നോക്കുകയും ഇവരുടെ കാര്യങ്ങൾ ക്രമീകരിക്കുകയും, അദ്ദേഹം അമേരിക്കയിൽ ഇരിക്കുന്ന സമയത്ത് ഞാനാണ് ഈ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ വെള്ളിയാഴ്ച ദിവസം ഞാൻ സഭയിൽ വരും. ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് തിരിച്ചു പോകും. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഇവിടെ പ്രാർത്ഥനകൾ. അതുപോലെ തന്നെ മാസത്തിന്റെ അവസാനം വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഉപവാസ പ്രാർത്ഥന. അവിടെ ബൈബിൾ കോളേജിൽ പഠിക്കാൻ വരുന്ന കുഞ്ഞുങ്ങൾക്ക്, ദൈവമക്കൾക്ക്, ദൈവദാസന്മാർക്ക്, അവർക്ക് പഠിക്കാൻ ഇവിടെ വന്ന് ഉപവസിക്കാനും പ്രാർത്ഥിക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കാനിടയായി. അങ്ങനെ ഇവിടെ നിന്ന് ഒരുപാട് ദൈവപ്രവൃത്തികൾ കാണുവാനിടയായി തന്നു. ഒരുപാട് പേര് അഭിഷേകം പ്രാപിച്ചു. ഒരുപാട് ദൈവവചനം പഠിക്കാൻ വന്ന ഒരുപാട് സഹോദരന്മാരുടെ മേൽ ഭൂതം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് ശുശ്രൂഷകൾ ചെയ്ത് ഒരുപാട് പേരെ ദൈവ രാജ്യത്തിന് അവകാശിയാക്കി ഇവിടുന്ന് പറഞ്ഞയക്കാൻ ആ ഒരു 2-3 വർഷക്കാലം മാത്രമേ ഞാൻ അതിനകത്ത് ആ ജോലിയിൽ നിന്നുള്ളൂ. അത് കഴിഞ്ഞ് എനിക്ക് ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ മേശിരിപ്പണി പഠിച്ചു, മൈക്കാട് പണി ചെയ്തു, മേശിരിപ്പണി പഠിച്ചു. പിന്നെ ചർച്ച് പണികൾക്കെല്ലാം ഞാനാ പോകുന്നത്, ഞാനാ ചർച്ച് പണികൾ ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെയുള്ള വരുമാനത്തിലാണ്, സഭയിലെ വരുമാനമൊന്നുമില്ല, ഇങ്ങനെയുള്ള വരുമാനത്തിലാണ് ഞാനും എൻ്റെ കുടുംബം കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വളരെ വളരെ കഷ്ടപ്പെട്ടും വളരെ ശക്തിയായിട്ട് ദൈവത്തിന് വേണ്ടി നിന്നു. ഞാൻ ആദ്യം പഠിച്ചത് പെന്തക്കോസ്ത് അനുഭവത്തിൽ വന്നപ്പോൾ ആദ്യമേ ഞാൻ പഠിച്ച ഒരനുഭവം, അതായത് ഈ വചനമാണ്: മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. ഒരുപാട് കാര്യങ്ങൾ ഞാനിത് പറയാത്തതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിനകത്ത് അങ്ങനെ ഒരു നിയമമില്ല. നമ്മുടെ ഇടയിലുള്ളവരെ അവനവന്റെ വല്ലുകൊത്തി വളർത്തിക്കുന്ന സ്വഭാവം വേണ്ടല്ലോ എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് തന്നെ പറയാറുണ്ട്. ഞാനത് പറയുന്നില്ല, അതായിരിക്കും ഹേർട്ട് ചെയ്യേണ്ട കാര്യമില്ല. കാരണം എനിക്കുള്ള മാനസികാവസ്ഥ ഒരു ചുരുക്ക വിവരണം എന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ആദ്യമേ തന്നെ എനിക്ക് മനസ്സിലായി മനുഷ്യനിൽ ആശ്രയിക്കാൻ പാടില്ല എന്ന് ദൈവം എന്നെ പഠിപ്പിക്കാൻ ഇടയായിരുന്നു. അതുകൊണ്ട് അന്ന് മുതൽ ഇന്ന് വരെ ഈ ഒരു വചനം, നമ്മുടെ വിശ്വാസികളുടെ പിതാവായിരിക്കുന്ന അബ്രഹാമിനോട് പറഞ്ഞ ആ ഒരു വചനം എന്നെ വളരെ വളരെ ശക്തമായിട്ട് എൻ്റെ ഹൃദയത്തിലേക്ക് കയറി വരുവാൻ ഇടയായി തീർന്നു. ഞാൻ നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേര് വലുതാക്കും. ഈ വാക്യം എന്നെ വളരെ സ്വാധീനിക്കുവാൻ ഇടയായി തീർന്നു. എന്നെ അനുഗ്രഹിച്ച് എൻ്റെ പേര് വലുതാക്കാമെന്ന് ഈ ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ ഒരുപാട് ദൈവങ്ങളുടെ അടുത്തൊക്കെ പോയിട്ട് അവരാരും ഒരു സഹായം പോലും ചെയ്തിട്ടില്ല, അങ്ങനെ ഒരു വാക്കുകൾ പോലും പറഞ്ഞിട്ടില്ല. അത് മാത്രമല്ല, കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞത്, സ്വർഗത്തിലും ഭൂമിയിലുള്ള സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ച് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെ ശിഷ്യരാക്കിക്കൊള്ളുവിൻ, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട്. ഈ വചനം എന്നെ വളരെ സ്വാധീനിക്കുവാൻ ഇടയായിത്തീർന്നു. ഒരു ദൈവവും പറയാത്തതായ കാര്യങ്ങളാണ്, ഒരു ദൈവവും പറയാത്ത കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. യേശു പറഞ്ഞു, ഞാൻ നിങ്ങളോട് കൂടെ എല്ലാ ലോകാവസാനത്തോളം. പിന്നെ വചനങ്ങൾ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ പല വാക്കുകൾ എന്റെ ഹൃദയത്തിലേക്ക് ഇടിച്ചു കയറുന്ന രീതിയിൽ വചനം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത് എന്നുള്ള ഒരു ചിന്താഗതി എന്നെ ഭരിക്കാൻ ഇടയായി തീർന്നു. അങ്ങനെ വന്നപ്പോൾ ഈ വചനത്തിൽ നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാതെ നിന്നപ്പോൾ, ആളുകളെ മനുഷ്യരിൽ ആശ്രയിക്കാതെ ദൈവത്തിൽ മാത്രം ആശ്രയിച്ച് മുന്നോട്ട് പോകുവാൻ ആഗ്രഹിച്ച് മുന്നോട്ട് പോകാൻ തുടങ്ങിയപ്പോൾ ദൈവം എൻ്റെ സ്ഥിതിയെ മാറ്റാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ അടുത്ത് ചില ദൈവദാസന്മാർ പറഞ്ഞു, പാസ്റ്ററെ, വിദേശ രാജ്യത്ത് പോയാൽ മക്കളെയൊക്കെ കെട്ടിക്കാൻ, അപ്പൊ 2 മകളെ കെട്ടിച്ച് ഇളയാളെ കെട്ടിക്കാനുള്ള സമയത്ത് ഒരാൾ പറയുന്നത്, ഒരു സാമ്പത്തികമായിട്ട് എന്തെങ്കിലുമൊക്കെ സഹായം ഒക്കെ അവിടെ ചെന്ന ആളുകളോട് ചോദിച്ചാൽ കിട്ടുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഒരിക്കലും ഞാൻ ഒരു മനുഷ്യന്റെ മുമ്പിൽ കൈ നീട്ടരുത്, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കരുത്, ദൈവ മുമ്പിൽ മാത്രമേ കൈ നീട്ടാവെന്ന് പഠിച്ച ഒരു വ്യക്തി. എൻ്റെ ഈ വിശ്വാസ പ്രമാണം വിട്ട് ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ ഞാൻ പോകാം, എൻ്റെ ഇളയ മകളുടെ കല്യാണം കൂടെ കഴിഞ്ഞിട്ട് നിങ്ങൾ ഭൂമിയുടെ അറ്റത്തോളം, നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലെ യഹൂദയിൽ എല്ലായിടത്തും സമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകുമെന്നുള്ള വചനപ്രകാരം ഞാൻ പൊയ്ക്കൊള്ളാം എന്ന് ഞാൻ
പറഞ്ഞു. പിറ്റേ വർഷം 2006 എൻ്റെ ഇളയ മകളുടെ കല്യാണം ഫെബ്രുവരി മാസത്തിൽ നടന്നു. അപ്പോൾ ഒക്ടോബർ മാസമായപ്പോൾ എനിക്ക് വിസയും ടിക്കറ്റും ലഭിച്ചു. ഞാൻ UAE കയറി പോകുവാൻ ഇടയായി തീർന്നു. അവിടെ ചെന്ന് 3 മാസം അവിടെ നിന്ന് ഞാൻ ഇങ്ങനെ 3 മാസം അവിടെ നിന്നു. ആ സമയത്ത് ചെന്ന ഉടനെ ഞാൻ 7 ദിവസം ഇരുന്ന് ഉപസിച്ച് പ്രാർത്ഥിച്ചു. എന്താണ് ഇതിനെക്കുറിച്ച്, ഇവിടെ ദൈവം എന്നെ അയച്ചതിന്റെ ഉദ്ദേശം എന്താണ്? അപ്പോഴും ദൈവാത്മാവിന്റെ അടുത്ത് പറഞ്ഞത്, നീ ആരോടും ഒന്നും ചോദിക്കരുത്, നീ ആരോടും നിനക്ക് ചെയ്ത ഉപകാരം മാത്രമേ പറയാവൂ എന്ന് ദൈവാത്മാവ് എൻ്റെ അടുത്ത് പറഞ്ഞതുകൊണ്ട് അവിടെയും ഞാൻ ഒന്നും പറഞ്ഞില്ല. ചെല്ലുന്നിടത്തെല്ലാം ഞാൻ പറയും, ഞാന് ഭാര്യ, എൻ്റെ 3 മക്കൾ അടങ്ങുന്നതാണ് എൻ്റെ കുടുംബം. എൻ്റെ 3 മക്കളുടെയും വിവാഹം കഴിഞ്ഞു. ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇത്ര മാത്രമേ എൻ്റെ സാക്ഷ്യം പറയാറുള്ളൂ. ചിലർ വിചാരിക്കും ഇവൻ അത്യാഗ്രഹം കൊണ്ട് 3 മക്കളെയും കെട്ടിച്ചിട്ട് അത്യാഗ്രഹം കൊണ്ടായിരിക്കും വന്നതെന്ന്. പക്ഷെ ഞാൻ അവിടെയും പറഞ്ഞു, ഞാൻ കാശിന് വേണ്ടി അല്ല വന്നത്. കാശ് എനിക്ക് വേണ്ടെന്നല്ല, എനിക്ക് വീടില്ല, ഒന്നുമില്ല, എനിക്ക് കാശ് വേണ്ടെന്നല്ല വിഷയം. പക്ഷേ ഞാൻ കാശിന് വേണ്ടിയല്ല, നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കണ്ട. ഭൂമിയുടെ അറ്റത്തോളം സാക്ഷികളാകുമെന്നുള്ള വചനം എന്നെ കൂടുതൽ ചിന്തിപ്പിച്ചത് കൊണ്ടാണ് ഞാൻ ഇവിടേക്ക് കടന്നു വന്നത്. എനിക്ക് കിട്ടുന്നത് അപ്പോൾ ദൈവാത്മാവ് എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ നിന്നെ ഇവിടെ നിന്ന് അതായത് പൗലോസിനെയും 276 പേരെയും പൗലോസിനെയും ചേർത്തിരുന്നിട്ട് 276 പേരെ മെരുത്തയിൽ നിന്ന് 3 മാസം കഴിഞ്ഞപ്പോൾ യാത്ര അയച്ചതുപോലെ നിന്നെ ഇവിടുന്ന് ഞാൻ യാത്ര അയക്കുന്നു. ദൈവാത്മാവിനോട് പറഞ്ഞ നിന്നെ ഇവിടുന്ന് അങ്ങനെ ഞാൻ യാത്ര അയക്കുന്നു. നോക്കിയാണ് 40 കിലോ കൊണ്ടുവരാൻ ഉള്ള സ്ഥാനത്ത് എനിക്ക് അതിനേക്കാൾ കൂടുതൽ ലഗേജ് എല്ലാം ഒരുക്കി തന്ന് കാർഗോയിൽ അയച്ച് എന്നെ നല്ല രീതിയിൽ അവിടുന്ന് യാത്ര അയച്ച് ഇവിടെ കൊണ്ടുവരാൻ ദൈവാത്മാവ് പറഞ്ഞ എത്ര ശക്തമായിട്ടാണ് ഓരോ കാര്യങ്ങൾ പറയുന്നത്. അത് അപ്പോ മനുഷ്യനിൽ കൂടി സംസാരിച്ചാൽ, എന്നോട് ഡയറക്റ്റ് ആയിട്ട് ദൈവാത്മാവ് ഇടപെട്ടാലും, ഞാൻ മനുഷ്യനിൽ കൂടി സംസാരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ദൈവനാമത്തിൽ ശരണം പ്രാപിച്ചുകൊണ്ട് ഞാൻ പറയും, കർത്താവേ, അങ്ങയുടെ നാമത്തിൽ ഈ ദൈവദാസൻ എന്നോടൊരു ആലോചന പറഞ്ഞത് അങ്ങയുടെ നാമത്തിലാണ് പറഞ്ഞിരിക്കുന്നത്, അത് നിവൃത്തിയാകുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. അത് നിവൃത്തിയാകാൻ വേണ്ടിയാണ് ഞാൻ അങ്ങയുടെ ശരീരം പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ ഓരോ സ്റ്റെപ്പും മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം ഇടയായി തരുന്നത്. അങ്ങനെ അവിടെ നിന്ന് UAE പോയിട്ട് മടങ്ങി വന്നു. അത് കഴിഞ്ഞിട്ട് അത് 2007 ഞാൻ ജനുവരിയിൽ തിരിച്ച് ഇവിടെ വരുമ്പോഴാണ് ഒരു 5ാമത്തെ കൊച്ചുമകൾ ജനിക്കുന്നത്. അത് 16-ാം തീയതി ജനിച്ചു. ഞാൻ 17-ാം തീയതി ഇവിടെ വരുന്നു. ഇപ്പൊ ഇവിടെ എനിക്ക് സഹായമൊക്കെ ചെയ്തു തന്ന ഇളയ മകളുടെ മകനാണ് ഇവിടെ സഹായമൊക്കെ ചെയ്തു തന്നത്. അവൻ മെയ് മാസം 2-ാം തീയതി ജനിച്ചു. അവനും +2 ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുക. മറ്റേ കുഞ്ഞും +2 പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. 6 കൊച്ചുമക്കളുണ്ടെന്ന് പറഞ്ഞതിൽ ഒരാളുടെ വിവാഹം കഴിഞ്ഞു, അവൾ കുടുംബസ്ഥയായിട്ട് പാർക്കുന്നു. ഒരാൾ LLBക്ക് ലാസ്റ്റ് വർഷം ബാംഗ്ലൂരിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഒരാള് കഴിഞ്ഞ വർഷം ദുഃഖകരമായ ഒരു അനുഭവമാണ്. 20-ാമത്തെ വയസ്സിൽ ക്യാൻസർ രോഗം ബാധിച്ച് കഴിഞ്ഞ വർഷം ജനുവരി 27-ാം തീയതി ഈ ലോകത്ത് നിന്ന് 20-ാമത്തെ വയസ്സിൽ മാറ്റപ്പെട്ടു. അവളുടെ ഇളയവള് +2 കഴിഞ്ഞിട്ട് ചില കോഴ്സുകൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇളയ കുഞ്ഞ് 2 പേരിപ്പോ +2 പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് എൻ്റെ കുഞ്ഞുമക്കളുടേതായ വിവരങ്ങൾ. അതുപോലെ ഞാൻ അത് കഴിഞ്ഞിട്ട് സൗദി അറേബ്യക്ക് പോയി. 2007 ഇവിടെ വന്നിട്ട് സൗദി അറേബ്യക്ക് പോയി. സൗദി അറേബ്യയിൽ ഒരു പാസ്റ്ററെ തടവിലാക്കി ശേഷം അദ്ദേഹത്തെ മോചിപ്പിച്ചതിന്റെ പിറ്റേ ആഴ്ച ആദ്യമായിട്ട് സൗദി അറേബ്യയിൽ ഇറങ്ങുന്ന വ്യക്തിയാണ് ഞാൻ. സൗദി അറേബ്യയിൽ ഇറങ്ങി അവിടെ എനിക്ക് ഒത്തിരി മീറ്റിംഗ് ഇങ്ങനെ കിട്ടി, ഒരുപാട് മീറ്റിങ്ങുകൾ ഇങ്ങനെ കിട്ടി. അങ്ങനെ പകൽ സമയങ്ങളിൽ മീറ്റിംഗ് ഇല്ലാതെ റൂമിൽ ഇങ്ങനെ ഇരിക്കുന്നതായ സമയത്ത് പെട്ടെന്ന് എൻ്റെ ഹൃദയത്തിൽ ഒരു പാട്ടിന്റെ വരികൾ വന്നു. അതില് ഞാൻ CD-യിലെ ചില പാട്ടുകൾ അയച്ചിട്ടുണ്ടായിരുന്നു. അതില് 1-ാമത്തെ പാട്ടാണ് എനിക്ക് പാട്ട് പാടാൻ അറിയത്തില്ല. ജീവിച്ചു കൊതിതീരും മുമ്പേ ജീവിതം വെറുക്കുന്നവരെ ജീവിത ഭാരത്താൽ വലഞ്ഞ് നിന്റെ ജീവനെ നഷ്ടമാക്കരുത്. അടുത്തത്, കടഭാരങ്ങൾ അലട്ടിയാലും രോഗങ്ങൾ നിന്നെ തളർത്തിയാലും ഭവനത്തിൽ നീ ദുഃഖിതനായാലും യേശു നിന്നെ കൈവിടില്ല എന്നുള്ള വരികൾ അടങ്ങിയതായ വാക്കുകൾ. ഞാൻ ആത്മഹത്യക്ക് തയ്യാറായ വ്യക്തി, കുടുംബമായിട്ട് ആത്മഹത്യക്ക് തയ്യാറായ വ്യക്തി ആയതുകൊണ്ട് ഒരു വ്യക്തി പോലും
ആത്മഹത്യക്ക് തയ്യാറാകാൻ അങ്ങനെയുള്ള അനുഭവം വന്നാൽ ഞാനുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി. അതിന് വേണ്ടുന്ന ഏത് വഴികളും ഞാൻ അവർക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കാൻ ഞാൻ സന്നദ്ധനാണ്. കാരണം എന്ന് പറഞ്ഞാൽ ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമാകുന്നില്ല. അത് മാത്രമല്ല, ദൈവവചനം പഠിച്ചപ്പോൾ ആത്മഹത്യ ചെയ്യുന്നവരാരും സ്വർഗത്ത് പോകത്തില്ലെന്ന് മനസ്സിലാക്കുവാൻ ഇടയായിത്തീർന്നു. അപ്പോൾ ആത്മാവ് അയച്ചവന്റെ അടുക്കിലേക്ക് പോകണമെങ്കിൽ ഈ ആത്മാവിനെ നഷ്ടപ്പെടുത്താതെ നിലനിർത്തിയെങ്കിൽ മാത്രമേ കഴിയുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയതിന്റെ പേരിലാണ് ആ പാട്ട് ഞാൻ എഴുതാൻ ഇടയായിത്തീർന്നത്. അങ്ങനെ അനുഭവത്തിൽ കൂടെ കുറെ പാട്ടുകൾ എഴുതിയിട്ടുണ്ടായിട്ട് 10 പാട്ടടക്കിയ ഒരു CD ഞാൻ 2012 ഇറക്കി. കുവൈറ്റ്, അതായത് സൗദി അറേബ്യയിൽ വെച്ചാണ് ആദ്യത്തെ പാട്ട്. 3-4 പാട്ട് എഴുതിയത് സൗദി അറേബ്യയിൽ വെച്ചാണ്. അത് കഴിഞ്ഞിട്ട് കുവൈറ്റിൽ ഇത് ട്യൂൺ ചെയ്യാൻ എനിക്ക് അറിയത്തില്ല. അപ്പോൾ കുവൈറ്റിൽ ചെന്നപ്പോ അവിടെ കുവൈറ്റ് IPC ഫാഗിൽ IPC സഭ എന്ന് പറയുന്ന സഭയിലെ ഒരു പാസ്റ്റർക്ക് ഒരു ദൈവാലോചന നേരത്തെ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം എന്നെ അവിടെ ഇറക്കിയതാണ്. കുവൈറ്റിൽ ഇറക്കിയതാണ്. ഞാൻ സൗദിയിൽ നിൽക്കുമ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞത്, പാസ്റ്റർ മാത്രം ഇവിടെ എൻ്റെ അടുത്ത് വന്നില്ല, ഒരുപാട് ദേവദാസന്മാർ ഇവിടെ വന്നിട്ട് പോയി, പാസ്റ്റർ എന്നാ വരുന്നത്? ഞാൻ പറഞ്ഞു ഞാൻ വരാം. അപ്പോ അദ്ദേഹം പറഞ്ഞു, എന്റെ കാലാവധി ഈ വർഷം തീരുവാണ് പാസ്റ്ററെ. ഞാന് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തി ആയതുകൊണ്ട് ഞാൻ അതിനു മുമ്പേ 2-3 പറഞ്ഞ ആലോചനകളെല്ലാം ദൈവാത്മാവിൽ പറഞ്ഞ ആലോചനകളെല്ലാം പുള്ളിക്ക് നിവൃത്തി ആയതുകൊണ്ട് ഇദ്ദേഹം അവിടെ ചെന്നിട്ട് അവിടെ ചെല്ലാനുണ്ടായ കാര്യവും ആലോചന പറഞ്ഞ കാര്യങ്ങളെല്ലാം ആ സഭയിൽ അന്ന് 400-500ഓളം പേരുള്ള ആ സഭയിൽ അദ്ദേഹം ഇതെല്ലാം പരസ്യം ചെയ്തിട്ടുണ്ട്. 21 ദിവസം ഉപവാസം ഇരിക്കാൻ കൂടിയാണ്, അദ്ദേഹത്തോടൊപ്പം ഇരിക്കാൻ കൂടിയാണ് എന്നെ അവിടേക്ക് ക്ഷണിക്കുവാനിടയായത്. അപ്പോൾ ഞാൻ അവിടെ ചെന്നു. അവിടെ ഞാൻ പാസ്റ്റർ പറഞ്ഞു, പാസ്റ്റർ ധൈര്യപ്പെടും, പാസ്റ്റർക്ക് ഇനി അവിടെ ഇഷ്ടംപോലെ സമയമുണ്ട്, പാസ്റ്റർക്ക് ഇവിടെ നിന്ന് പോവാൻ സമയമായിട്ടില്ല. ഇല്ല, എനിക്കെതിരായിട്ട് ഒരു വ്യക്തിയെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ അവിടെ നിന്ന് എഴുതി കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പോ അടുത്ത ടേണും കൂടെ പുള്ളിക്ക് കിട്ടി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ അവിടെ ചെല്ലുമ്പോൾ എന്നെ സ്വീകരിക്കാൻ വലിയൊരു കൂട്ടമായിരുന്നു. കാരണം എന്നെ കുറിച്ച് ഞാൻ പറയാതെ തന്നെ ഈ ദൈവദാസൻ ആഴ്ചയിൽ 2 ദിവസമെങ്കിലും എന്റെ പേര് പറയുമായിരുന്നു അവിടെ. അത്രത്തോളം അദ്ദേഹം എന്നെ കുറിച്ച് അവിടെ പറഞ്ഞ് ശരിയാക്കി വെച്ചിരിക്കുകയാണ്. പാസ്റ്ററുടെ പാസ്റ്റേജിൽ ഒരു ദൈവദാസന്മാരെയും താമസിപ്പിച്ചിട്ടില്ല. എന്നെ അവിടെ താമസിപ്പിച്ച് 21 ദിവസം അദ്ദേഹത്തോട് കൂടെ ചേർന്നിരുന്ന് ഉപവസിച്ച് രാത്രിയുടെ യാമത്തിൽ 2-3 മണിക്കൂർ അല്ലാതെ ബാക്കി എല്ലാ സമയങ്ങളിലും പ്രാർത്ഥന മാത്രമാണ്. അതിന് മുമ്പ് ഒരുപാട് സന്ദർഭങ്ങളിൽ ഞങ്ങൾക്ക് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുവാൻ നാട്ടിലും അവസരം ഒരുക്കിയിട്ടുണ്ട്. അപ്പോ ആ ദൈവദാസൻ മുഖാന്തരം 2 പ്രാവശ്യം എനിക്ക് കുവൈറ്റിൽ ചെല്ലുവാൻ ഇടയായിത്തീർന്നു. കുവൈറ്റിൽ ചെന്നപ്പോൾ അവിടെ പാട്ട് പാടുന്ന ഒരു സഹോദരനെ എന്റെ പാട്ട് ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, ഇതൊന്ന് ട്യൂൺ ചെയ്തു തരാമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം കുറെ നാൾ ഇങ്ങനെ കൊണ്ടു നടന്ന, അയാൾക്ക് കപ്പലിലൊക്കെ ജോലിയുള്ള ബോട്ടിലൊക്കെ പോകുന്ന ആളായതുകൊണ്ട് സമയം കിട്ടാറില്ല. വ്യാഴാഴ്ച രാത്രിയിലേ വരത്തുള്ളൂ. വെള്ളിയാഴ്ച ആരാധന കഴിഞ്ഞ് ഉള്ളി അത് പോവുകയും ചെയ്യും. അങ്ങനെ ഇരിക്കുമ്പോൾ കടമ്പനാട്ടുകാരൻ അനി ജോൺ എന്ന് പറയുന്ന ഒരു സഹോദരൻ അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം ഈ പാട്ടുകളൊക്കെ ട്യൂൺ ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന്റെ കയ്യിലോട്ട് കൊടുത്തപ്പോൾ അദ്ദേഹം അവിടെ ഇരുന്നുകൊണ്ടൊരു മൂളിയതാണ് ഈ പാട്ട്. ജീവിച്ചു തീരുന്ന അദ്ദേഹമാണ് ഈ പാട്ട് ട്യൂൺ ചെയ്ത് അദ്ദേഹത്തിന്റെ നിർബന്ധ പ്രകാരമാണ് CD ഒക്കെ ഇറക്കിയത്. അവിടെ വെച്ച് തന്നെ പിന്നെയും പാട്ടുകൾ എഴുതി. പിന്നെ ഒരു കാര്യം, ഞാൻ എല്ലാ രാജ്യങ്ങളിലും പോയി എല്ലായിടത്തും ദൈവം എനിക്ക് ആത്മാക്കളെ തന്നു, സ്നാനപ്പെടുത്താൻ ദൈവം കൃപ ചെയ്തു. ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ സൗദി അറേബ്യയിൽ 6 മാസം നിൽക്കുമ്പോൾ അതായത് 2 മാസം ദമാമിലും 2 മാസം റിയാദിലും 2 മാസം ജിദ്ദയിലുമാണ് താമസിക്കുന്നത്. ജിദ്ദയിൽ താമസിക്കുന്നതിനും റിയാദിൽ താമസിക്കുന്ന സമയത്താണ് ഒരു ദൈവാലോചന എനിക്ക് കിട്ടുന്നത്. അതിന് മുമ്പേ ഞാൻ അസയിൽ പോയി 2 പേരെ സ്നാനപ്പെടുത്തി. അത് ദൈവാലോചന എനിക്ക് കിട്ടുന്നത് ദൈവദാസൻ ചെങ്കടലിൽ സ്നാനപ്പെടുത്തും ഒരു ദൈവാലോചന. ഞാൻ ഇവിടുത്തെ ജിദ്ദയിൽ പോയി 39 ദിവസം കഴിഞ്ഞ് 40ാമത്തെ ദിവസം ഞാൻ റിയാദിലേക്ക് മടങ്ങി വരാനിരിക്കുമ്പോൾ അതുവരെയും എനിക്ക് സ്നാനപ്പെടുത്താൻ അവസരം കിട്ടിയില്ല. 39 ദിവസമായി എനിക്ക് സ്നാനപ്പെടുത്താൻ അവസരം കിട്ടിയില്ല. അപ്പോ എന്റെ മനസ്സുകൊണ്ട് ഞാൻ വിചാരിച്ചു, എന്നോട് പ്രവാചകൻ കള്ളം പറഞ്ഞതായിരിക്കാം എന്ന് ഞാൻ മനസ്സുകൊണ്ട് വിചാരിച്ചു. അന്നത്തെ ദിവസം ഒരു ഞായറാഴ്ചയായിരുന്നു. ഞാൻ അവിടെ ഇരുന്ന് രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് എന്റെ കൂടെ താമസിക്കുന്ന സഹോദരൻ, അദ്ദേഹവും നിത്യതയിൽ ചേർക്കപ്പെട്ടു. അദ്ദേഹം അന്ന് ജോലിക്ക് പോയിരുന്നു. അദ്ദേഹം മാൻ പവർ കമ്പനി നടത്തുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം അന്ന് അദ്ദേഹത്തിന്റെ ഓഫീസിൽ പോയ സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ഒറ്റയ്ക്കാ പിന്നെ ഇരിക്കുന്നു, അവിടെ ഇരുന്ന് ഞാൻ കമ്പ്യൂട്ടറെല്ലാം, അദ്ദേഹം പറഞ്ഞു, ഈ കമ്പ്യൂട്ടറെല്ലാം പഠിക്കാൻ പറഞ്ഞു. കമ്പ്യൂട്ടറിന്റെ കീബോർഡെല്ലാം അതെങ്ങനെയാന്ന് വെച്ചാൽ
പഠിച്ചോളാൻ പറഞ്ഞ് എനിക്ക് കമ്പ്യൂട്ടറൊക്കെ തന്നിട്ട് ഞാൻ അങ്ങനെ കമ്പ്യൂട്ടറൊക്കെ അവിടെ വെച്ച് പഠിക്കാനിടയായി. കുറേയൊക്കെ ഇമെയിൽ അയക്കാനും മറ്റു കാര്യങ്ങളൊക്കെ അവിടെ വെച്ച് പഠിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അന്നത്തെ ദിവസം ഉച്ചയ്ക്ക് 2 മണിയായപ്പോൾ എനിക്കൊരു ഫോൺ കോൾ വരുന്നു. എന്നോട് ചോദിച്ചു, സോമൻ പാസ്റ്റർ അല്ലേ? ഞാൻ പറഞ്ഞാണ്. ആരാ വിളിക്കുന്നത്? ഞങ്ങൾ ഇത്തിരി ദൂരെ നിന്നാണ് വിളിക്കുന്നത്. എന്താ? അതെ, പാസ്റ്റർ നാളെ രാവിലെ പോവുമല്ലേ? ഞാൻ പറഞ്ഞു, ആണ്. ആര് പറഞ്ഞു? ആ പാസ്റ്ററെ കുറിച്ചുള്ള സകല ഹിസ്റ്ററി ഞങ്ങൾക്ക് ഇടയിലുണ്ട്. ഇപ്പോ ദമാമിൽ ജിദ്ദയിലുള്ള പാസ്റ്റർ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ബാക്കി വേറെ പാസ്റ്റർമാരാരും ജിദ്ദയിലില്ല. റിയാദിലും ദമാമിലും ഒക്കെ പാസ്റ്റർമാരുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ഇവിടെ പാസ്റ്ററായിട്ട് ഇവിടെ ഉണ്ടെന്ന് പറയുന്നത് ജിദ്ദയിൽ പാസ്റ്റർ മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് ഒരു സ്നാനം ഇന്ന് രാത്രിയിൽ പാസ്റ്റർ നടത്തണം, ചെങ്കടലിൽ സ്നാനം നടത്തണം എന്ന് പറഞ്ഞു. ഞാനപ്പോൾ പലതറ്റ സന്തോഷം എൻ്റെ ജീവിതത്തിലുണ്ടായി. പറഞ്ഞറിയിക്കുവാൻ കഴിയാത്തതായ ഒരു സന്തോഷമാണ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതുവരെ 39ാമത്തെ ദിവസം 40ാമത്തെ ദിവസം ഞാൻ തിരികെ പോകുന്നു. ഫ്ലൈറ്റ് ടിക്കറ്റ് ശരിയാക്കട്ടെ. ആ സഹോദരൻ തന്നെ ഫ്ലൈറ്റ്, ഞങ്ങൾ രണ്ടും കൂടെ റിയാദിൽ പോകുന്നത്. അതിന് ഫ്ലൈറ്റ് ടിക്കറ്റും റെഡിയാക്കിയിട്ടുണ്ട്. രാവിലെ തന്നെ പോവുകയും വേണം. അപ്പോ എനിക്ക് വളരെ മാനസികമായ വളരെ പ്രയാസമുണ്ടായി. സൗദി അറേബ്യ വന്ന് 2 പേരെ സ്നാനപ്പെടുത്തിയതൊക്കെ ശരിയാണ്. പക്ഷേ ഈ ദൈവാലോചന നടന്നില്ലല്ലോ എന്നുള്ള പ്രയാസം എന്നിൽ നിന്ന് വിട്ടുമാറുവാൻ പെട്ടെന്ന് ഈ ഫോൺ കോള് സഹായിച്ചു. അന്നേരം എന്നോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു സ്നാനം നടത്താമെന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞു, ഞങ്ങൾ അവിടെ പാസ്റ്റർ താമസിക്കുന്ന സ്ഥലവും ഞങ്ങൾ താമസിക്കുന്ന സ്ഥലമായിട്ട് 2 മണിക്കൂർ യാത്രാ ദൂരമുണ്ട്. ഞങ്ങൾ 4:30 അവിടെ എത്തും. പാസ്റ്റർ ഒരുങ്ങി അവിടെ നിൽക്കണം. അപ്പോഴേക്കും ഞാൻ എൻ്റെ കൂടെ താമസിക്കുക അല്ലെങ്കിൽ ആ റൂമിന്റെ ഉടമസ്ഥനായിരിക്കുന്ന ജോൺസിനെ വിളിച്ചിട്ട് പറഞ്ഞു, ജോൺസാ ഇതുപോലെ എനിക്ക് സ്നാനപ്പെടുത്താൻ പോകണം, ഞാൻ പോവുകയാണ്. പാസ്റ്റർ പോകുമോ? ദൈവാലോചന നിർത്തിയായല്ലോ എന്ന് പുള്ളിക്ക് അറിയാം. പുള്ളി അവിടെ ചിരിക്കുക, എന്നെ വളരെ അഭിനന്ദിക്കാനിടയായി തീർന്നു. ദൈവം വാക്ക് പറഞ്ഞാൽ മാറാത്ത ദൈവമാണെന്ന് പറഞ്ഞ് കുറെ അഭിനന്ദിച്ചു. ഞാനത് 4:30 അവരവിടെ വന്നു, എന്നെ കൊണ്ടുപോയി. പിന്നെയും 2.5 മണിക്കൂർ 7 മണിയായപ്പോൾ ഞാൻ അവരുടെ താമസിക്കുന്ന സ്ഥലത്ത് ചെന്നു. 1 മണിക്കൂർ ഒരു പെങ്കൊച്ചായിരുന്നു പിറവത്ത് നിന്ന്, പിറവം വലിയ പള്ളിയിലെ ഒരു പെങ്കൊച്ച് മാതാപിതാക്കളുടെ അടുക്കൽ അവിടെ വന്നതാ. അതിനു മുമ്പേ ആ പെങ്കൊച്ചിന്റെ +2 പഠിക്കുന്ന ഒരു പെങ്കൊച്ച്, അതിനു മുമ്പേ ഈ പെങ്കൊച്ചിന്റെ സഹോദരനെ കഴിഞ്ഞ തലേ വർഷം അവിടെ വന്നു. ഒരു ജോലിക്ക് പോകാൻ വേണ്ടിയാ വന്നത്. അവിടെ നിന്ന് വേറെ രാജ്യത്തേക്ക് പോകണം. അവിടെ വന്നപ്പോൾ ഈ അപ്പനും അമ്മയും അവിടെ സ്നാനപ്പെടുന്നതുകൊണ്ട്, മോനെ സ്നാനപ്പെട്ടിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ ആ മകൻ അവിടെ സ്നാനപ്പെട്ടിട്ടാണ് അവിടെ നിന്ന് വേറെ രാജ്യത്തേക്ക് പോകാൻ ഇടയായിത്തീർന്നത്. അങ്ങനെ ഈ മകളും അവിടെ വന്നപ്പോൾ മകളടുത്ത് പറഞ്ഞു, മോളെ സ്നാനപ്പെടണം. അങ്ങനെ ആ മകൾ സ്നാനപ്പെടാൻ തയ്യാറെടുത്തപ്പോഴാണ് എന്നെ ഇവർ വിളിച്ചത്. ഞാൻ അവിടെ ചെന്ന് 1 മണിക്കൂർ ക്ലാസ് എടുത്തു. ക്ലാസ് എല്ലാം എടുത്തിട്ട് ഞങ്ങൾ അവിടുന്ന് പിന്നെയും 1.5 മണിക്കൂർ യാത്ര ചെയ്താണ് ഈ ചെങ്കടലിൽ ആളും ഇല്ലാത്ത സ്ഥലത്തെത്തിയത്. ആളുള്ളിടത്തൊക്കെ ചെന്ന് സ്നാനപ്പെടുത്തിയ രാത്രിയിലൊക്കെ അവർ പിടിച്ചോണ്ട് പോകുമല്ലോ. അങ്ങനെ അവിടുന്ന് രാത്രിയിൽ അവിടെ ചെന്ന് ആ കുട്ടിയെ ചെങ്കടൽ, എനിക്ക് ഇപ്പം പറയുമ്പോൾ തോന്നുന്നു, ചെങ്കടലിലൊക്കെ ഈ കടലിലിറങ്ങുക എന്ന് പറഞ്ഞാൽ എനിക്ക് വെള്ളം കാണുമ്പോഴേ പേടിയാണ്. അപ്പൊ ഈ ഇങ്ങനെ ചെറിയ ഓളകൾ മാത്രമേ ഉള്ളൂ, തിരമാലയില്ല. നല്ലതുപോലെ അടിവശം കാണാം. എന്റെ അടുത്ത് പറഞ്ഞ ഭാഷ പ്രയാസമൊന്നുമില്ല, ഞങ്ങൾ കൂടെ ഭാഷ കൂടെ ഇറങ്ങി വരാം. ഒരു 100 വാര 150 വാര ദൂരത്തിൽ നടന്നപ്പോഴാണ് ഇടയ്ക്കൊപ്പം വെള്ളം കിട്ടിയത്. അതുവരെ നടന്ന് അവിടെ ചെന്ന് ഞങ്ങൾ 5-6 പേര് ആ സ്നാനക്കടവിൽ ഇറങ്ങി ആ പെൺകുട്ടിയെ സ്നാനപ്പെടുത്തിയിട്ട് തിരിച്ച് അവരുടെ താമസ സ്ഥലത്ത് വന്ന് കർത്തൃമേശയൊക്കെ നടത്തി അവിടുന്ന് പ്രാർത്ഥിച്ച് എന്നെ തിരിച്ച് ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് കൊണ്ടാക്കിയപ്പോൾ 5:30 മണിയായി. അപ്പോൾ പിന്നെ 6 മണിക്ക് അവിടുന്ന് എയർപോർട്ടിലോട്ട് യാത്ര തിരിക്കുക ചെയ്തത്. അപ്പൊ ദൈവം എത്ര വിശ്വസ്തനാണ്, വാക്ക് പറഞ്ഞാൽ മാറാത്തവൻ എന്നുള്ളത് ഒരിക്കൽ കൂടി അവിടെ സ്ഥാപിതമാകുവാൻ തീർന്നു. എന്നോട് ഏതെല്ലാം ദൈവത്തിന്റെ ആലോചന എൻ്റെ ജീവിതത്തിൽ ദൈവം പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം അതാത് സമയങ്ങളിൽ ദൈവം തമ്പുരാൻ ചെയ്തു തന്നിട്ടുണ്ട്. അങ്ങനെ തന്നെ എല്ലാവരും ആയിരിക്കണമെന്ന് എനിക്ക് വളരെ നിർബന്ധ ബുദ്ധിയുണ്ട്. വചനം വെച്ച് ഇടത്തോട്ടോ വലത്തോട്ടോ മാറാൻ പാടില്ല. ഇതിനിടയിൽ ഞാൻ പറഞ്ഞു, ഗിലെയാദ് ഗോസ്പൽ മിനിസ്ട്രി എന്ന പ്രവർത്തനം 2007 സൗദി അറേബ്യയിൽ വെച്ച് തന്നെ തുടങ്ങാൻ ഇടയായി തീർന്നു. അവിടെ വെച്ച് ഞാൻ 25 കുട്ടികൾക്ക് 500 രൂപ വീതം സപ്പോർട്ട് ചെയ്ത് പഠനത്തിന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഗിലെയാദ് ഗോസ്പൽ മിനിസ്ട്രി എന്ന പ്രവർത്തനം ആരംഭിച്ചു. അത് 12 വർഷമായപ്പോഴാണ് കോവിഡ് വരാനിടയായി തീർന്നത്. 400 പേർക്ക് പഠനോപകരണം വിതരണം ചെയ്യാൻ
അന്ന് വന്നത് അന്നത്തെ MLA, ഇവിടുത്തെ പത്തനാപുരം MLA KB ഗണേഷ്കുമാറും അദ്ദേഹത്തോടൊപ്പം ചിലരും കൂടെ ചേർന്ന് വന്ന് എന്നെയൊക്കെ വളരെ വളരെ സന്തോഷകരമായ അഭിനന്ദനത്തോടു കൂടിയാണ് അവരെല്ലാം കാണുന്നത്. ഇപ്പോഴും ഞാൻ ആ പ്രവർത്തനങ്ങൾ, എനിക്ക് വരുമാനം എന്ന് പറയാൻ അങ്ങനെ വരുമാനമൊന്നുമില്ല, പക്ഷേ എനിക്ക് കിട്ടുന്ന വരുമാനം, സാധാരണ എല്ലാവർക്കും കിട്ടുന്ന വരുമാനം എന്ന് പറയുന്നത് 10% ദശാംശം കൊടുക്കുന്നതെങ്കിൽ ഞാൻ 10% ചെലവാക്കിക്കൊണ്ട് 90% ദൈവവേലയ്ക്ക് വേണ്ടി ചെലവാക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് എനിക്ക് വരുമാനത്തെ കുറിച്ചൊന്നും എനിക്ക് അറിവൊന്നുമില്ല. കിട്ടുന്നത് ദൈവവേലയ്ക്ക് വേണ്ടി ചെലവാക്കുക. വിദ്യാഭ്യാസ സഹായം വർഷങ്ങൾ തോറും ചെയ്തുകൊണ്ടിരിക്കുന്നു. 4 ദിവസത്തെ മെഗാ കൺവെൻഷൻ തന്നെ നടത്താറുണ്ട്. കോവിഡിന് ശേഷം കഴിഞ്ഞ വർഷമാണ് ചെറിയ തോതിൽ നടത്തിയത്. കോവിഡ് വരെ നല്ല രീതിയിൽ കൺവെൻഷനുകൾ, 4 ദിവസത്തെ മെഗാ കൺവെൻഷനുകൾ നടത്തുവാൻ ഇടയായി തീർന്നിട്ടുണ്ട്. പലരും രക്ഷിക്കപ്പെടുന്നത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവമാക്കുവാൻ, എൻ്റെ സുവിശേഷ വേലയിൽ അത് അനുഭവമാക്കുവാൻ ഇടയായി തീർന്നുണ്ട്. കടന്നുപോയ രാജ്യങ്ങളിലെല്ലാം ദൈവം എനിക്ക് ആത്മാക്കളെ തന്നിട്ടുണ്ട്. കുവൈറ്റിൽ 2 പ്രാവശ്യം പോയി. കുവൈറ്റിൽ എനിക്ക് ദൈവം ആത്മാക്കളെ തന്നു. ഞാൻ പൈസയ്ക്ക് വേണ്ടി പോയതല്ല, പോയടത്തെല്ലാം ദൈവം ആത്മഭാരത്തോടു കൂടി പോയത് കൊണ്ട് എനിക്ക് ദൈവം ആത്മാക്കളെ തരുവാൻ ഇടയായി തീർന്നു. വിദേശ രാജ്യങ്ങളിൽ തന്നെ 10-12ഓളം ആത്മാക്കളെ ദൈവം എനിക്ക് തരുവാൻ ഇടയായി. ഇപ്പോഴും ഞാൻ കൂടുതലും ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിനേക്കാൾ കൂടുതൽ കത്തോലിക്ക ബാക്ക്ഗ്രൗണ്ടിലുള്ളവരെ എനിക്ക് കൂടുതൽ ദൈവം തമ്പുരാൻ തന്നിട്ടുള്ളത്. അതാണ് എനിക്കൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ഞാൻ മാതാവിനെ നോവിക്കത്തില്ല, മാതാവിനെ കുറിച്ച് പ്രത്യേകിച്ച് കുറ്റമൊന്നും പറയത്തില്ല. പലരും ഞാൻ കുറ്റം പറയുന്നത് കണ്ടിട്ടുണ്ട്. ക്രിസ്തീയ വിഭാഗത്തിൽ നിന്ന് പെന്തക്കോസ്തിന്റെ അനുഭവത്തിൽ വന്നിട്ട് മാതാവിനെ കുറ്റം പറയുന്ന ഒരുപാട് പാസ്റ്റർമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ അവരോടൊക്കെ പറയും, നിങ്ങളിത് പറയരുത്. ഒരിക്കലും നമ്മുടെ രക്ഷകനായിരിക്കുന്ന കർത്താവിന് ജന്മം കൊടുക്കുവാൻ ദൈവം തമ്പുരാൻ തിരഞ്ഞെടുത്ത മറിയാണെങ്കിൽ അവർ നല്ല ബഹുമാനത്തോടു കൂടി തന്നെ നമ്മൾ ഇടപെടണം എന്ന് പറഞ്ഞ് ഞാൻ അവരെയൊക്കെ അവരോട് ഇങ്ങനെയാണ് പറയുന്നത്. അതുപോലെ കത്തോലിക്കരുടെ ഇടയിൽ ഞാനിത് പറയുമ്പോൾ, കർണാവിലെ കല്യാണത്തില് പച്ചവെള്ളത്തെ ഈറ്റാക്കി അത്ഭുതം കൊണ്ട് ആരംഭം കുറിച്ചു. അതിന് അവ പറഞ്ഞത്, അവൻ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ അത് ചെയ്യും, അത്രയല്ല പറഞ്ഞോളൂ, വേറെ ഒന്നും പറഞ്ഞില്ലല്ലോ. വേറെ എവിടെയെങ്കിലും മധ്യസ്ഥ അടച്ചതായിട്ട് വേദപുസ്തകത്തിൽ പറയുന്നല്ല. കത്തോലിക്കരുടെ ബൈബിളും എൻ്റെ കയ്യിലുണ്ട്, എല്ലാ ബൈബിളും എൻ്റെ കയ്യിലുണ്ട്. എല്ലാത്തിലും കത്തോലിക്കരുടെ ബൈബിളിൽ ഇച്ചിരി ലളിതമായ ഭാഷയിൽ എഴുതിയിട്ടുണ്ടെന്നല്ല ഉണ്ട്. അതുകൊണ്ട് എല്ലാ ബൈബിളും ഞാൻ വായിക്കുന്ന വ്യക്തി. അതുകൊണ്ട് ഒരിക്കലും കുറ്റം പറയാൻ പാടില്ല. എനിക്കങ്ങനെ കത്തോലിക്കരെ ഒരുപാട് പേരെ നേടാൻ ദൈവം അവസരം ഒരുക്കിയിട്ടുണ്ട്. ഈ അവസാനവും ഞാൻ കഴിഞ്ഞ വർഷവും സ്നാനപ്പെടുത്തിയ പയ്യൻ എന്ന് പറയുന്നത് കത്തോലിക്ക പയ്യനാണ്. അതിനു മുമ്പേ സ്നാനപ്പെടുത്തിയ അവൻ്റെ അമ്മയാണ് സ്നാനപ്പെടുത്തിയത്. അങ്ങനെ എൻ്റെ ശുശ്രൂഷയിൽ എനിക്ക് മറ്റൊരു സഭയിലെ ആത്മാക്കളെ ഇങ്ങോട്ട് പിടിച്ചുകൊണ്ട് വരുന്ന ജോലി ഇല്ല. എനിക്ക് ആത്മാക്കൾ കുറച്ച് മതി, കുറച്ചാളുകളെ എൻ്റെ കൂടെ ഉള്ളൂ. എങ്കിലും ആത്മാക്കൾ കുറച്ചായാലും ഉള്ളവര് സ്വർഗത്ത് പോകണമെന്നും അവര് സത്യം തിരിച്ചറിയണമെന്നും നിർബന്ധ ബുദ്ധി ഉള്ള വ്യക്തിയായതുകൊണ്ട് സുവിശേഷ വേലയിൽ അങ്ങനെയാണ്. ഗിലെയാദ് ഗോസ്പൽ മിനിസ്ട്രിയുടെ പ്രവർത്തനത്തിലാണ് ഗിലെയാദ് ഓഡിയോസ് എന്നും പറഞ്ഞാണ് ഞാൻ ഈ CD ഇറക്കാൻ ഇടയായി തീർന്നത്. വർഷം തോറും ഒരു ബ്രോഷർ ഇറക്കാറുണ്ട്. ഗിലെയാദ് ധ്വനി എന്ന് പറഞ്ഞ് അതിന്റെ പ്രൊഫഷണൽ ഇറക്കാറുണ്ട്. അങ്ങനെ വിവിധ തലത്തിൽ ഈ ശുശ്രൂഷകൾ ഇപ്പോൾ ഞാൻ പരസ്യയോഗ മിനിസ്ട്രിയും കൂടെ തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ 10-12 പേരടങ്ങുന്ന മിനിസ്ട്രി. അവർക്കെല്ലാം നല്ല 2-3 പാട്ടുകാരനോടൊപ്പം ഉണ്ട്. ഇവരെല്ലാം സുവിശേഷ വേലയെ സ്നേഹിക്കുന്നവര് ആയതുകൊണ്ട് പലരും ഇവർക്ക് ചാൻസ് കൊടുക്കാറില്ല. നല്ല പാട്ടുകാരാണെങ്കിലും പലരും ചാൻസ് കൊടുക്കാറില്ല. അവഗണിക്കുന്ന അനുഭവം ഉണ്ടായതുകൊണ്ട് എന്നോട് ചേർന്ന് എല്ലാ ചൊവ്വാഴ്ചകൾ തോറും മിനിസ്ട്രികൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇത് സഭ പെന്തക്കോസ്റ്റൽ ചർച്ച് എന്ന് പറയുന്ന സഭയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടും അതുപോലെ തന്നെ ഈ ഗിലെയാദ് ഗോസ്പൽ മിനിസ്ട്രീസിന്റെ ഡയറക്ടറായിട്ടും അലിമുക്ക് യുണൈറ്റഡ് പെന്തക്കോസ്റ്റൽ ഫെലോഷിപ്പിന്റെ 15 വർഷമായിട്ട് അതിന്റെ സെക്രട്ടറി ആയിട്ടും പത്തനാപുരം യുണൈറ്റഡ് പെന്തക്കോസ്റ്റൽ ഫെലോഷിപ്പിന്റെ എക്സിക്യൂട്ടീവ് അംഗമായിട്ടും ഒക്കെ ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ എല്ലാം എന്നെ ക്ഷണിക്കാറുണ്ട്. പാസ്റ്റർ നടത്തിയതായ 1000 ദിവസത്തെ മീറ്റിംഗിൽ കുറെയൊക്കെ ഒഴിവായതിന്റെ കാരണം സമയക്കുറവുകൊണ്ടാണ്. സമയമുണ്ടെങ്കിൽ ഏത് ആത്മീയ കൂട്ടായ്മകൾക്കും പങ്കെടുക്കുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് ദൈവസഭയിൽ മറ്റുള്ളവരോട് ഇനി പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, എല്ലാവരും ദൈവത്തെ എങ്ങനെ അനുസരിച്ച് ജീവിക്കുന്നു അതിനനുസരിച്ചായിരിക്കും ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നത്. എന്റെ തലമുറകളെല്ലാം അനുഗ്രഹിക്കപ്പെടുവാൻ തീർന്നു. അവരെ ഒന്നും കൂടുതൽ സ്ത്രീധനം കൊടുത്തൊന്നും അല്ല കെട്ടിച്ചത്. അവരുടെ വിവാഹ സമയത്തൊക്കെ ഞാൻ അനുഭവിച്ചതായ ടെൻഷനുകൾ, ഒരാളുടെ വിവാഹം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി വിവാഹത്തിന് ഇത്രയൊക്കെയുള്ളൂ. ഓരോരുത്തരും ചോദിക്കും പൈസ എന്ന് ചോദിക്കും. ഞാൻ പറഞ്ഞ പൈസ ഒന്നും മറ്റുണ്ടല്ലോ വിവാഹം നടത്തുന്നത്. എല്ലാ കാര്യങ്ങളും അതാത് സമയങ്ങൾ ദൈവം പറയുന്നതനുസരിച്ച് ദൈവാലോചന പ്രകാരം ക്രമീകരിക്കുന്നത് കൊണ്ട് അത് അതാത് സമയങ്ങളിൽ നടന്നു എന്നെങ്കിൽ അവരെല്ലാവരും ഇന്ന് നല്ല നിലയിൽ ജീവിക്കുന്നു. മരുമക്കള് 2 പേര് വിദേശത്താണ്.
മക്കള് രണ്ടുപേര് വിദേശത്താണ്. അപ്പോൾ ഇവിടെ ഒരു മരുമകനും ഒരു മകളും നാട്ടിലുണ്ട്. ഇങ്ങനെ അവരവരുടേതായ നിലയിൽ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ചെയ്യുന്നു. അവരെ ഞാൻ എല്ലാ സമയാസമയങ്ങളിൽ വിവാഹം അയച്ചതുകൊണ്ട് അത് എന്തോ എനിക്കറിയത്തില്ല. ഞാൻ ചെറുപ്പത്തിലെ വിവാഹം കഴിച്ചതുകൊണ്ട് എൻ്റെ മക്കളെയും കൂടുതൽ പഠിപ്പിക്കാനല്ല ഞാൻ വിചാരിച്ചത്. പഠിപ്പിക്കാൻ നിവൃത്തിയില്ലായിരുന്നു. മൂത്തവരെ 10ാം ക്ലാസ് വരെ പഠിപ്പിച്ചുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഉപരിപഠനം നടത്താൻ യാതൊരു നിവൃത്തിയില്ലാതെ വന്നപ്പോൾ മക്കളെ ഇനി പഠിക്കണ്ട എന്ന് പറഞ്ഞ ഒരാളെ ബൈബിൾ കോളേജിൽ ഒരു വർഷം കണ്ടു വിട്ടു, അത്രേ ഉള്ളൂ. അല്ലാതെ വേറെ ഒന്നും നിവൃത്തിയില്ലാത്തത് കൊണ്ട് പഠിപ്പിച്ചില്ല. എന്നാൽ ഇളയവള് 10ാം ക്ലാസ് നിർത്താൻ ഭാവിച്ചപ്പോൾ പിന്നെ +2 വരെ പഠിപ്പിക്കാനിടയായി തീർന്നു. അവളും ഇന്ന് വിദേശത്ത് ജോലി ചെയ്യുക. ദൈവം എല്ലാവരെയും മാനിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അപ്പോൾ എൻ്റെ കുടുംബത്തിന്റെ അവസ്ഥകൾ ഇങ്ങനെ പറഞ്ഞു ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ ഇവിടെ 21 ദിവസം ഞാൻ 2003 21 ദിവസം ഉപവാസം ഇരുന്ന സമയത്ത് ഈ ദേശത്തിന്റെ ശക്തി ദേശം വിട്ട് ഓടിപ്പോയി. ദേശം വിട്ട് ഓടിപ്പോയ സമയത്ത് അവിടുത്തെ RSSന്റെ ക്ലാസ് നടക്കുന്ന ഒരു അമ്പലം, അവിടെ എല്ലാവരോടും എന്നെ അടിക്കണം, ഇതെല്ലാം പ്രാർത്ഥന മുഖാന്തരമാണെന്ന് അറിഞ്ഞപ്പോൾ എന്നെ അടിക്കണം, ഇതെല്ലാം തല്ലിപ്പൊളിച്ച് കളയണം എന്നൊക്കെ പറഞ്ഞു വന്നു. അവർ തന്ത്രിയെ കൊണ്ടുവന്ന് ദൈവപ്രശ്നം വെച്ചുമൊക്കെ പറഞ്ഞ് നിങ്ങൾ അവനെ അടിക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ ദൈവത്തിന് ശക്തി കുറവാണെന്ന് അവരുടെ മുമ്പിൽ നമ്മൾ എന്ന് താണ് കൊടുക്കുകയല്ലയോ, അതുകൊണ്ട് അതിന് വേറെ പ്രതിരോധമാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് എന്നെ അടിക്കാൻ വന്നവര് എല്ലാം ആ തന്ത്രി അങ്ങ് വിലക്കി. അതുകൊണ്ട് അടിയൊന്നും കൊള്ളാൻ ഇടയായി തീർന്നില്ല. എന്നാൽ അവര് പിന്നെ അടുത്ത 8 വർഷം ഇവിടെ സപ്താഹം മാത്രമേ നടത്തിയുള്ളൂ, ഉത്സവം നടത്തില്ല. സപ്താഹം നടത്തിയിട്ട് അവരുടെ ദൈവത്തെ ശക്തിപ്പെടുത്താനാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവരെവിടെ ശക്തിപ്പെടുത്തുമോ, ഈ ശക്തിപ്പെടുത്തുന്ന ഞാൻ ആരെ സേവിച്ചു കൊണ്ടിരുന്നോ ഇവരെല്ലാം പോയി വെട്ടിമാറ്റാനുള്ളതായ അനുഭവങ്ങൾ ജീവിതത്തിൽ ദൈവം എനിക്ക് നൽകുവാനിടയായിട്ടുണ്ട്. അനേകരുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ളതായ ശക്തിയുടെ പോരാട്ടങ്ങൾ അവരെ പ്രശ്നങ്ങളിലേക്ക് നയിച്ചുകൊണ്ടിരുന്നതായ സാഹചര്യത്തിൽ ദൈവം അതിൽ നിന്നെല്ലാം ഒരു മോചനം അവർക്ക് കൊടുക്കത്തക്ക രീതിയിലുള്ളതായ ശുശ്രൂഷകൾ എന്നെ ദൈവം ഏൽപ്പിച്ച് അങ്ങനെ വിവിധ തലത്തിൽ ആ ശുശ്രൂഷകൾ നിറപടിയായി ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അതുപോലെ തന്നെ ഒരു സഹോദരനെ ഇമെയിൽ സുവിശേഷം വഴി, അദ്ദേഹം ഡൽഹിയിലാണ്. അദ്ദേഹത്തിന്റെ അമ്മയുടെ സഹോദരൻ കുവൈറ്റിലായിരുന്ന സമയത്ത് കുവൈറ്റില് എന്നെ വിളിച്ചുകൊണ്ട് ഇവര് 4-5 പ്രാവശ്യം കൊണ്ടുവന്ന് ഇവര് താമസിക്കുന്ന ഈ ക്യാമ്പിൽ കൊണ്ടുപോയി പ്രാർത്ഥിപ്പിക്കുമായിരുന്നു. അവിടെയൊക്കെ വെച്ച് ഇവർക്കൊക്കെ ദൈവാലോചനകളൊക്കെ ദൈവം തന്ന ആലോചനകളൊക്കെ ഞാൻ ഇവർക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എനിക്ക് നല്ല സഹായമൊക്കെ ആയിരുന്നു. ഒരു ദിവസം ഈ സഹോദരൻ കത്തോലിക്ക സഹോദരനാണ്. അപ്പൊ ഈ സഹോദരൻ പറഞ്ഞു, എൻ്റെ സഹോദരിമാരെല്ലാം, എൻ്റെ 3 സഹോദരിക്ക് ഒരു സഹോദരനാണ്, സഹോദരിമാരെല്ലാം അവര് എൻ്റെ അപ്പനെ അമ്മയെ സ്വർഗത്ത് വിടാൻ അനുവദിക്കത്തില്ല. അതുകൊണ്ട് പ്രത്യേകത്തോട് ഞാൻ പറഞ്ഞത്, ഞാൻ ഇവിടുന്ന് ചെന്നാ ഉടനെ അടുത്ത ആഴ്ച ഞാൻ ഞായറാഴ്ച രാവിലെ അവിടെ ചെല്ലും. തിങ്കളാഴ്ച നിങ്ങള് പിന്നെ വ്യാഴാഴ്ച മുതൽ എനിക്ക് കൺവെൻഷൻ, വ്യാഴം വെള്ളി ശനി ഞായർ 4 ദിവസം എനിക്ക് കൺവെൻഷനാണ്. കൺവെൻഷൻ കഴിഞ്ഞ അടുത്ത തിങ്കളാഴ്ച നിങ്ങളുടെ വീട്ടിലേക്ക് പോകാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ഇരിക്കുമ്പോഴാണ് ലാസ്റ്റ് പ്രാർത്ഥനയ്ക്ക് ഈ സഹോദരൻ അടുത്ത ദിവസങ്ങളിൽ പിന്നെ ഈസ്റ്ററിന്റെ സമയമാണ്, എൻ്റെ അപ്പനും അമ്മയും സ്വർഗത്തിൽ പോകാൻ എൻ്റെ സഹോദരിമാരെ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം നിലവിളിക്കാൻ തുടങ്ങി. ഒറ്റ കരച്ചിൽ അറിഞ്ഞപ്പോൾ ഞാൻ ദൈവാത്മാവിനോട് ഇടപെട്ടു. അവരെ ഞാൻ നിന്റെ കയ്യിൽ തന്നിരിക്കുക എന്ന് ദൈവാത്മാവിനോട് ഇടപെട്ടു. ഞാൻ പെട്ടെന്ന് സഹോദരൻ്റെ അടുത്ത് പറഞ്ഞു, സഹോദര മോൻസി, നീ കരയണ്ട, ഞാൻ ഇവിടുന്ന് ഞായറാഴ്ച ഞാൻ അവിടെ ചെന്നിട്ട് തിങ്കളാഴ്ച ഞാൻ നിങ്ങളുടെ വീട്ടിൽ പോകും. അടുത്ത തിങ്കളാഴ്ച എന്നല്ല, തിങ്കളാഴ്ച നിങ്ങളുടെ വീട്ടിൽ പോകും. നിങ്ങളുടെ അപ്പനെ അമ്മയെ എൻ്റെ കയ്യിൽ തന്നിട്ടുണ്ട്. അപ്പൻ 75 വയസ്സുണ്ട്, നല്ല ആരോഗ്യമുള്ള ഒരു മനുഷ്യനാണ്, 75 വയസ്സുണ്ട്. അപ്പനെ അമ്മ എൻ്റെ കയ്യിൽ തന്നിരിക്കുന്നു എന്നാണ് ദൈവം എന്നോട് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ താമസിക്കുന്നില്ല. അവിടെ സ്നാനപ്പെടുവാൻ വിശ്വാസത്താൽ അവിടെ പറയുകയാണ്, അവിടെ സ്നാനപ്പെടുവാൻ തയ്യാറായാൽ അവരെ അവിടെ സ്നാനപ്പെടുത്താം. അതല്ലെങ്കിൽ അടുത്ത ഞായറാഴ്ച ഈ കൺവെൻഷൻ കഴിയുമ്പോൾ ഇവിടെ സ്നാനമുണ്ട്, ഞാൻ ഇവരെ ഇവിടെ കൊണ്ടുവന്ന് സ്നാനപ്പെടുത്തും എന്ന് ഉറപ്പിച്ചു പറഞ്ഞു. അദ്ദേഹത്തിന് സന്തോഷമായി. അപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ ആ സമയത്ത് ഫോണിൽ വിളിച്ചു പറഞ്ഞു, സോമൻ ഭാഷ അടുത്ത ആഴ്ചയല്ല, തിങ്കളാഴ്ച നാട്ടിൽ വരും. അങ്ങനെ തിങ്കളാഴ്ച രാവിലെ ഞാൻ ഇവിടുന്ന് ഓമല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് അവര് താമസിക്കുന്നിടത്ത് ചേർന്നു. ഈ അപ്പച്ചന് അമ്മച്ചിയും അദ്ദേഹത്തിന്റെ ഭാര്യയും അവിടെ ചെന്നപ്പോൾ അമ്പിനും വെല്ലിനും വഴങ്ങത്തില്ലെന്ന് പറഞ്ഞതുപോലെ വഴങ്ങാതിരിക്കുക. ഒറ്റ ചോദ്യം ദൈവാത്മാ പറഞ്ഞു, അപ്പച്ചന് ഇന്ന് വീണ് കാലും കൈയും തളർന്നു പോയാൽ അപ്പച്ചന് ഈ വീട്ടുകാര്
മാത്രമേ കാണത്തുള്ളൂ. പള്ളിക്കാര് കാണത്തില്ല, സമുദായം കാണത്തില്ല, മക്കള് പെമ്മക്കള് പോലും കാണത്തില്ല. അതുകൊണ്ട് അപ്പച്ചൻ എന്ത് വേണമെങ്കിലും തീരുമാനമെടുക്കാം. ഒറ്റ വാക്ക് പറഞ്ഞു. ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു മകള് കയറി വന്നു. ആ മകളെ നർത്തമേല കെട്ടിച്ചിരിക്കുന്നത്. മകള് കയറി വന്നു. പാസ്റ്ററെ കണ്ടപ്പോൾ അവർക്കൊരു പ്രയാസം. അപ്പോ പാസ്റ്ററെ കണ്ടപ്പോൾ അവർക്കൊരു ഇച്ചിരി നേരം അവിടെ ഈ അപ്പച്ചൻ ആലോചിച്ചിരുന്നു. എന്നിട്ട് ഈ അപ്പച്ചൻ എൻ്റെ അടുത്ത് പറയാ, ഇവിടെ വരുന്ന പാസ്റ്റർ അടുത്ത ഞായറാഴ്ച സെന്റ് ഓഫ് ആയി കുവൈറ്റിന് വാങ്ങാൻ പോവുകയാണ്. അതുകൊണ്ട് വെള്ളിയാഴ്ച സ്നാനപ്പെടാം, വെള്ളിയാഴ്ച സ്നാനപ്പെടാമെന്ന് തീരുമാനമായി. പെട്ടെന്ന് ആ ഒറ്റ വാക്കിൽ ഈ അപ്പച്ചനെയും അമ്മച്ചയും എനിക്ക് ലഭിച്ചു. ആ അന്ന് വന്ന മകളുടെ മകൻ ഡൽഹിയിലായിരുന്നു. ഇമെയിൽ കൂടെ സുവിശേഷം അറിയിച്ചു, രക്ഷിക്കപ്പെട്ടു. എൻ്റെ അടുക്കൽ വന്ന് എന്റെ കൈ കീഴിൽ സ്നാനമേറ്റു. പാസ്റ്ററുടെ ഈ പ്രവർത്തനങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് കാണുന്ന അത് എനിക്ക് വളരെ സന്തോഷകരമായ ഒരു അനുഭവമാണ്. ആത്മഭാരം കൊണ്ട് ഏത് പ്രവൃത്തി ചെയ്യുന്നവരെയും അഭിനന്ദിക്കാതിരിക്കാൻ കഴിയത്തില്ല. സ്വർഗത്തിലെ ദൈവം സകലവിധമായ അനുഗ്രഹങ്ങളും ഉയർച്ചകളും ഇതിൽ കൂടി തന്നെ എല്ലാ നിലയിലും ദേവദാസിനെയും കുടുംബത്തെയും പ്രവർത്തനത്തെയും പ്രസ്ഥാനത്തെയും എല്ലാ നിലയിലും അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാറ്. അന്ന് മുതൽ ഞാൻ ഈ അരോമ ടിവിയെ ഓർത്ത് പ്രാർത്ഥിക്കാറുണ്ട്. ഇത് അന്ന് മുതലേ എനിക്ക് വളരെ ഒരു സന്തോഷകരമായ അനുഭവം. 1000 ദിവസത്തേക്ക് ആത്മഭാരത്തോടെ ഓരോ പഞ്ചായത്തുകൾ, ഞാനൊക്കെ നിൽക്കുന്ന പഞ്ചായത്തിൽ വളരെ സന്തോഷകരമായ രീതിയിൽ സുവിശേഷം അറിയിക്കാൻ പറ്റുന്നുണ്ട്. വടക്കൻ ജില്ലകളിലൊക്കെ സംഭവിച്ചതായ കാര്യങ്ങൾ ഞാൻ കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെ പ്രയാസം ഉണ്ടാകുവാൻ തക്കോണം ഇടയായി തീർന്നു. എൻ്റെ പ്രവർത്തനങ്ങളും വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ ഞാനിവിടെ പത്തനാപുരത്ത് ഇവിടെ എൻ്റെ എൻ്റെ മകള് ഇളയ മകള് അവിടെ കല്യാണം കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞതിന് ശേഷം എന്നെയും എൻ്റെ ഭാര്യയുടെ കൂടെ ഞങ്ങളുടെ കൂടെ താമസിക്കാൻ ഞങ്ങളോടൊപ്പം ഇവിടെ വന്ന് ഇവിടെ മരുമകൻ ഇവിടെ ഖത്തർ സൗദി അറേബ്യയിലായിരുന്നു. അവിടുത്തെ ഇപ്പൊ ഖത്തറിലുണ്ട്. ഇവിടെ വന്നിട്ട് പോയപ്പോൾ എനിക്ക് തോന്നിയ ഒരു ഇതാണ്, ഒരു 10 സെന്റ് സ്ഥലം മേടിക്കണം. ചെറിയ വീട് നേരത്തെ മേടിച്ചെങ്കിൽ അത് ഒരു പഴയ വീടാണ്, അങ്ങോട്ടത്തെ വീടാണ്. 10 സെന്റ് സ്ഥലം മേടിച്ച് അവർക്ക് ഇവിടെ ഒരു വീട് വെക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അങ്ങനെ ഞാൻ ഈ സ്ഥലം, ഈ 2 നില, 2ാമത്തെ നിലയിലാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. ഈ സ്ഥലം ഞാൻ വന്ന് കണ്ടു. ഈ സ്ഥലം വന്ന് കണ്ടപ്പോൾ ഇവിടെ ഇപ്പോ റെസിഡൻഷ്യൽ ഏരിയ ആയിട്ട് ഇവിടെ എല്ലാം ഫ്ലോട്ട് തിരിച്ച് ഇവിടെ എല്ലാം വീടുകളായി. ഇവിടെ വന്ന് കണ്ടപ്പോൾ 1 ലക്ഷം രൂപ വെച്ച് 95 രൂപ വെച്ച് എനിക്ക് തരാമെന്ന് പറഞ്ഞു. അത് 1.5 ലക്ഷം ചോദിച്ചിടത്ത് ഞാൻ 80 പോലും തുടങ്ങി 95 കൊണ്ടൊന്ന് അവസാനിപ്പിച്ചിട്ട് 1 ലക്ഷം രൂപ വെച്ച് എഴുത്തുകൂലി സാഹിത്യം 1 ലക്ഷം രൂപ വെച്ച് ഇത് മേടിക്കുവാനിടയായി തീർന്നു. അപ്പോൾ മേടിക്കുന്നതിന് മുമ്പ് എൻ്റെ മകളുടെ അടുത്ത് പറഞ്ഞു, മോളെ 50,000 രൂപ നാളെ അഡ്വാൻസ് കൊടുക്കണം. പപ്പ നടക്കത്തില്ല. മരുമോൻ പറഞ്ഞു, പപ്പ നടക്കത്തില്ല. നടത്തും, എൻ്റെ ദൈവം നടത്തും. എന്നോട് ദൈവം ഇടപെട്ടതായിട്ട് നടത്തും. അങ്ങനെ 6 മാസത്തെ കാലാവധിയിൽ 5ാമത്തെ മാസത്തിൽ ഇത് 10 ലക്ഷം രൂപ കൊടുത്തത് എഴുതിച്ചു. അത് കഴിഞ്ഞിട്ട് ഇവിടെ അവര് 900 സ്ക്വയർ ഫീറ്റിന്റെ ഒരു വീട് വെക്കണമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ 2000 സ്ക്വയർ ഫീറ്റ് ഒരു വീട് വെച്ചു. എൻ്റെ ഓർമ്മ, എൻ്റെ വീടായിട്ട്, എൻ്റെ മോന്റെയും മരുമോന്റെയും വീടായിട്ടല്ല, എൻ്റെ വീടായിട്ടാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ഞങ്ങള് തറയിൽ കിടന്നിട്ടുണ്ട്, ചാക്ക് വിരിച്ച് കിടന്നിട്ടുണ്ട്. അതൊന്നും പറയാത്തത് വേറെ സഭാസലമാത്തിലുള്ള ആ കാര്യം, അതുകൊണ്ടാണ് ഞാനൊന്നും പറയാത്തത്. ജാതികളുടെ ഇടയിലായിരുന്നെങ്കിൽ, മറ്റ് പ്രയാസമായിരുന്നെങ്കിൽ ഞാനത് ഒക്കെ വെളിപ്പെടുത്തി പറഞ്ഞേനെ. അത് പക്ഷെ ഇത് വേറെ തലത്തിലായതുകൊണ്ട് എന്നാൽ ദൈവം ഞങ്ങളെ അതിശയകരമായി ശക്തമായിട്ട് മാനിച്ചു. ഇപ്പോൾ എല്ലാ നിലയിലും എൻ്റെ കുഞ്ഞുങ്ങൾ എനിക്ക് വളരെ കൈത്താങ്ങായിട്ട് നിൽക്കുന്നു. സഭയിൽ കുറച്ചുപേരെ ഉള്ളെങ്കിലും ആ സഭ എനിക്ക് വളരെ കൈത്താങ്ങലായിട്ട് നിൽക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഞാൻ ഒരിക്കൽ കൂടി ചോദിക്കുന്നു. ഇത്രയും സമയം അനുവദിച്ച് തന്നതിന് വളരെ നന്ദി. ആമേൻ, ആമേൻ. താങ്ക് യു കർത്താദാസൻ പാസ്റ്റർ മാർക്ക് സോമൻ അവറുകൾ. അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികൾ, ദൈവനാമ മഹത്വത്തിന് വേണ്ടി അരോമ ടിവിയുടെ ശ്രോതാക്കളോടൊപ്പം പങ്കുവയ്ക്കുവാൻ കർത്താവ് ദേവദാസിനെ സഹായിച്ചത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വളരെ വേദനാജനകമായ ആ കുട്ടിക്കാലത്തിൻ്റെ ഓർമ്മകൾ, കണ്ണുനീര് വരുന്ന അനുഭവങ്ങൾ നമുക്കവിടെ കേൾക്കുവാൻ തക്കവണ്ണം കഴിഞ്ഞു. വളരെ ചെറുപ്പത്തിൽ തന്നെ മാതാപിതാക്കന്മാർ അവരുടെ വിവാഹം നടക്കുകയും അവർക്ക് തലമുറകളുണ്ടായി അവർ ഒരു വളർച്ചയുടെ ഘട്ടത്തിലാകുന്നതിന് മുന്നേ തന്നെ അവർ പിരിഞ്ഞ് അവർ വേറെ വിവാഹ ജീവിതത്തിലേക്ക് പോവുകയും കുഞ്ഞുങ്ങൾ അനാഥരാകുകയും ചെയ്യുന്ന ആ വേദനാജനകമായ ദിനരാത്രങ്ങൾ എന്ന് പറയുന്നത്, മറ്റ് പ്രിയപ്പെട്ടവരുടെ മേൽനോട്ടത്തിലൊക്കെ വളരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ആ മാതാപിതാക്കന്മാരിൽ നിന്ന് കുഞ്ഞുങ്ങൾക്ക് ലഭിക്കേണ്ടുന്നതായ സംരക്ഷണയും സ്നേഹവും ലഭിക്കാതെ പോകുമ്പോൾ ഉണ്ടാകുന്ന വൈകൃതങ്ങൾ, സമൂഹത്തിൽ മറ്റുള്ളവരിൽ നിന്ന്, സാഹചര്യങ്ങളിൽ നിന്നൊക്കെ ലഭിക്കുന്നതായ തെറ്റായ പഠിപ്പിക്കലുകളും രീതികളുമൊക്കെ സ്വഭാവദൂഷ്യത്തിലേക്ക് വലിച്ചഴിക്കപ്പെടുവാനും മദ്യത്തിനും മയക്കുമരുന്നിനും ലഹരിക്കുമൊക്കെ അടിമയായി പാപത്തിലേക്ക് വലിച്ചഴിക്കപ്പെട്ട നാശലോകത്തിലേക്ക് പൊയ്ക്കൊണ്ടിരുന്നതായ കർത്താവിൻ്റെ ദാസനെ ദൈവം വിളിച്ച് വേർതിരിച്ച് ഇന്ന് കർത്താവിൻ്റെ നല്ല സാക്ഷ്യം വഹിക്കുവാനും അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ ജീവിതവും കുടുംബജീവിതവും നയിക്കുവാൻ നല്ല മാതൃകയുള്ളൊരു പിതാവായി അപ്പോൾ തന്നെ സമൂഹത്തിനും മറ്റുള്ള അനേക പ്രിയപ്പെട്ടവർക്കും ഒക്കെ ഒരു മാതൃകയുള്ളവനായി കർത്താവിൻ്റെ നല്ല സാക്ഷ്യം വഹിപ്പാൻ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള നല്ല സാക്ഷ്യം കേൾക്കുവാൻ കഴിഞ്ഞല്ലോ. കർത്താവിൻ്റെ ദാസനെയും കുടുംബത്തെയും ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ, സൗഖ്യാരോഗ്യം ദീർഘായുസ്സ് തരട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ബ്രഹ്മാറ്റിയുടെ ശ്രോതാക്കൾക്ക് വേണ്ടി കർത്താവിൻ്റെ ദാസനെ ഈ സമയം ഒരു നിമിഷം പ്രാർത്ഥനയിൽ സഹായിക്കുമല്ലോ. നമ്മുടെ എല്ലാവരുടെയും കണ്ണുകളെ അടയ്ക്കാം, ഹൃദയങ്ങളെ ഏകാഗ്രമാക്കാം. നിശ്ചയമായിട്ടും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവം ചെയ്തിട്ടുള്ള അത്ഭുതകരമായ വഴികൾ, അനുഭവങ്ങൾ, അത് അവിസ്മരണീയമാണ്, അത് മറക്കുവാൻ കഴിയാത്ത അനുഭവങ്ങളാണ്. ആകയാൽ പ്രിയപ്പെട്ടവൻ്റെ ജീവിതത്തിൽ ചെയ്ത ഈ അനുഗ്രഹിക്കപ്പെട്ട അനുഭവങ്ങൾ നമ്മുടെയും ജീവിതത്തിൽ അതൊരു അനുഗ്രഹമായ ആശ്വാസമായി തീരട്ടെ. കർത്താവിൻ്റെ ദാസൻ അരോമാറ്റിയുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഒരു വാക്കിൽ ഒരു നിമിഷം പ്രാർത്ഥന നമ്മെ പ്രാർത്ഥിക്കും. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, അനുഗ്രഹവും വലിയതുമായ നല്ല സമയത്തിനായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന കർത്താവേ, ഇന്ന് പകൽക്കാലം കർത്താവേ ഞങ്ങൾക്ക് ഒരുമിച്ച് പ്രിയ കർത്തൃദാസരുമായി ചേർന്ന് ഈ അരോമ ടിവിയുടേതായ കർത്താവേ ഹല്ലേലൂയ സാക്ഷ്യ ശുശ്രൂഷയുടെ അതിൻ്റെതായ പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവരും ഇത് കർത്താവെ ഇതിൻ്റെതായ ശ്രോതാക്കളുമായിരിക്കുന്ന അനേക വ്യക്തി ജീവിതങ്ങളുണ്ട് കർത്താവെ. ഈ സാക്ഷ്യം കേൾക്കുന്നവരും സാക്ഷ്യം പറയുന്നവരും അനുഭവങ്ങളുള്ളവരും കർത്താവെ വിവിധ പ്രതികൂല സാഹചര്യങ്ങൾ അനുഭവിച്ചവരുമായ അനേക ജീവിതങ്ങളെ ഇതിലേക്ക് കൊണ്ടുവന്ന് ദൈവത്തിന്റെ പ്രവൃത്തിയിലേക്ക് കൊണ്ടുവന്നതിനെ കർത്താവായ യേശുവിനെ വരച്ചു കാണിക്കുവാൻ അങ്ങയുടെ ദാസനെയും ഈ പ്രവർത്തനത്തെയും സഹായിച്ചുകൊണ്ടിരിക്കുന്ന ദൈവകൃപയെ ഓർത്തുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാ ശ്രോതാക്കളെയും ദൈവം അനുഗ്രഹിക്കുമാറാകണമേ. സാക്ഷ്യം കേൾക്കുന്നവർ ഓരോരുത്തരും അനുഗ്രഹിക്കപ്പെടുവാൻ അവരുടെ ജീവിത പശ്ചാത്തലത്തിലെ അനുഭവങ്ങളിൽ നിന്ന് കർത്താവായ യേശു തന്നെ രക്ഷിതാവെന്ന് മനസ്സിലാക്കുവാൻ, മറ്റൊരുത്തരിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട യേശുവിന്റെ നാമമല്ലാതെ വേറൊരു നാമവുമില്ല എന്ന് മനസ്സിലാക്കുവാൻ ജനത്തെ ഈ സാക്ഷ്യം മുഖാന്തരം ഉളവാക്കുമാറാകണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. 30 കോടി ദൈവങ്ങളൊന്നുമില്ല, ഏക രക്ഷിതാവ് മാത്രമേ ഉള്ളെന്ന് മനസ്സിലാക്കുവാൻ ദൈവം കൃപ ചെയ്യണമേ. ഈ പ്രസ്ഥാനത്തെ മേൽക്കുമേൽ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ദാസന്റെ എല്ലാ ശുശ്രൂഷകളും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുവാൻ, പ്രസ്ഥാനം അനുഗ്രഹിക്കപ്പെടുവാൻ, എല്ലാ നിലയിലും അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയാക്കട്ടെ. കർത്താവെ അവിടുത്തെ കരങ്ങളിൽ വഹിച്ചാട്ടെ. അടിയനെയും താഴ്ത്തുന്നു. പ്രാർത്ഥനയുടനായ സ്തോത്രം യേശു ക്രിസ്തുവിൻ ധന്യനാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു കർത്താവിന്റെ ദാസൻ പാസ്റ്റർ മാർക്ക് സോമൻ അവർ അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെ കുറിച്ച് ദൈവനാമ മഹത്വത്തിനുണ്ട് അരോമാറ്റിയുടെ ശ്രോതാക്കളോടൊപ്പം പങ്കുവയ്ക്കുവാൻ സമയം വേർതിരിച്ചതിന് കർത്താവിന്റെ ദാസനോട് കുടുംബാംഗങ്ങളുള്ളതായി നന്ദി സ്നേഹം അറിയിക്കുന്നു. കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ, സൗഖ്യാരോഗ്യ ദീർഘായുസ്സ് തരട്ടെ. കർത്താവിനോട് ഏറെ പ്രയോജനപ്പെടുവാൻ പിന്നെ അവസരങ്ങൾ കർത്താവ് ഒരുക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരുള്ളതായ നന്ദി സ്നേഹത്തിൽ അറിയിക്കുന്നു. തീർച്ചയായിട്ടും ഈ ജീവിതാനുഭവങ്ങൾ നിങ്ങൾക്കൊരു അനുഗ്രഹമായി തീർന്നു ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക, അവരും കേട്ട് അനുഗ്രഹിക്കപ്പെട്ട് അതിലൂടെ അവരും ദൈവനാമം മഹിമപ്പെടുവാൻ മുഖാന്തരമായി തീരുമല്ലോ. മാത്രമല്ല നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ വിവരങ്ങൾ അറിയിക്കൂ, നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കൂ. ഞങ്ങൾ നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കാം. aroma.tv.co.in വെബ്സൈറ്റ് നിങ്ങൾ സന്ദർശിക്കാം. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യവുമായി വീണ്ടും കൂടി കാണുമ്പോഴേക്കും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം.
അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.